ഇന്ന് നമ്മളുടെ കണ്ടന്റ്സ് എന്ന് പറയുന്നത് മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് ആണ്. സെക്കൻഡ് വൺ ഡാറ്റ അനാലിസിസ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്, ടൈപ്പ് 1 എറർ ആൻഡ് 2 എറർ, വൺ ടൈൽഡ് ആൻഡ് ടു ടൈൽഡ്. ഓക്കെ, അപ്പൊ നമ്മളുടെ സിലബസിലെ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. അതുപോലെ പ്രോബബിലിറ്റി, അതുപോലെ തന്നെ മീൻ, മീഡിയൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സിലബസിൽ വരുന്നുണ്ട്. നോർമലി നിങ്ങൾക്ക് അതെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ സിലബസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാത്തത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇന്നത്തെ സിലബസ്, ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇന്നെടുത്താൽ തീരുമെന്ന് തന്നെ നമുക്കറിയില്ല. അതിന് മാത്രമുള്ള കണ്ടന്റ്സ് നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഒരുപാട് കണ്ടന്റ്സ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ്, ഡാറ്റ അനാലിസിസ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, വൺ ടൈൽഡ് ആൻഡ് ടു ടൈൽഡ്. അപ്പോ ടൈപ്പ് 1 എററും വൺ ടൈൽഡ് ആൻഡ് ടു ടൈൽഡ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ചിലപ്പോൾ ഇന്ന് തീർന്നിരിക്കില്ല. നമുക്കൊരു 7:40 വൈൻഡപ്പ് ചെയ്യണം. സോ അതുവരെ എല്ലാവരും കോൺസ്റ്റന്റ് ആയിട്ട് എല്ലാവരും ഇവിടെ നിൽക്കുക. നമുക്ക് ആദ്യം ആൻഡ് സ്കെയിലിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് വെച്ച് എന്താണെന്നുള്ളത്? വോയിസ് തന്നാൽ മതി. മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് ഡിസ്കഷൻ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ മ്യൂട്ട് ബട്ടൺ അൺമ്യൂട്ട് ചെയ്യുക. പെട്ടെന്നൊന്നൊരു ആൻസർ തരാം. ഇവിടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുള്ളൂ. Anyone? ഞാൻ തന്നെ പറഞ്ഞുതരാം മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് എന്താണെന്നുള്ളത്. നിങ്ങളിവിടെ ഒരു സ്ക്രീൻ കണ്ടിട്ടുണ്ടാവും. സ്ക്രീനിൽ ഒരു ക്വസ്റ്റിനെയർ ആണ്. ഇതൊരു സാധാരണ എന്റെ ഒരു സ്റ്റുഡന്റ് ഫണ്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു ക്വസ്റ്റിനെയർ ആണ്. അപ്പോ ആ ക്വസ്റ്റിനെയറിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്ന, ഇന്ന കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, ഇന്ന സ്ഥലത്ത് KBPS എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ റിസർച്ച് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധാരണ റെസ്പോണ്ടൻസിന് കൊടുക്കുന്ന ഒരു ക്വസ്റ്റിനെയർ ആണ്. ആ ക്വസ്റ്റിനെയറിൽ കൊടുത്തിരിക്കുന്ന സാധാരണ നിങ്ങൾ നോക്കി കഴിഞ്ഞറിയാം എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ മെയില് ഫീമെയിൽ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഏജ് കൊടുത്തിട്ടുള്ളത് ബിലോ 20 to 30 അബോ ഇവിടെ കൊടുത്താണ്. അപ്പോ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കൊടുത്തിരിക്കുന്ന ഏജ് എന്ന് പറയുന്നത് ഒരു നോമിനൽ സ്കെയിലാണ്. സ്കെയിൽ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. നോമിനൽ സ്കെയിലാണ്. സ്കെയിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട് പോരായ്മകളുണ്ട്. അത് നിങ്ങൾക്കറിയാം. ഡെസിഗ്നേഷൻ ഇവിടെ ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് ക്വാളിഫിക്കേഷൻ ബിലോ 10th 10 to 12th, അതേപോലെ 12th അബോവ്, ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാരേജ് സ്റ്റാറ്റസ്, സിംഗിൾ, മാരീഡ്, നോർമലി ഡൈവേഴ്സിൽ, വിഡോഡ്, ഇങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, കൊടുക്കാറില്ല. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ നമ്മുടെ സ്റ്റുഡന്റ് നമ്മളുടെ അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്ന കുറെ മിസ്റ്റേക്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ് സ്കെയിലിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുള്ള ക്വസ്റ്റ്യനെയർ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും മെഷർമെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്കെയിലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ ഡിപ്പാർട്ട്മെന്റും വർക്കിംഗ് ടൈം ഒക്കെ ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിലൊന്നും തെറ്റില്ല. മെഷറിംഗ് സ്ട്രെസ് ആണ് ഇവിടെ മെഷർ ആയിട്ട് പോകുന്നത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ യെസ് ടു കോൺസേ, അതായത് യെസ്സോ നോയോ അല്ലെങ്കിൽ കോൺസേ വരെ എന്ത് ചെയ്യാം, യെസ് ചോദ്യത്തിന് യെസ് എന്ന ആൻസർ കൊടുക്കാം, അല്ലെങ്കിൽ കോൺസേ എന്നുള്ള ഒരു ആൻസർ കൊടുക്കാം എന്നുള്ളത് ഈ കുട്ടി ഇവിടെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഫസ്റ്റ് ചോദ്യം തന്നെ മിസ്റ്റേക്ക് ആണ്. ഡു യു എവർ സഫർ ഫ്രം എനി ഓഫ് ദ ഫോളോയിങ്, താഴെ പറയുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ടോ എന്നുള്ള ഒരു ഫസ്റ്റ് ചോദ്യം ചോദിച്ചു. അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, സ്കെയിലിംഗ് യെസ് ആൻഡ് കോൺസേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നെ മിസ്റ്റേക്ക്, തുടക്കത്തിൽ തന്നെ മിസ്റ്റേക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്കെയിൽ വേറെ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഡു യു ഫൈൻഡ് എനി ഫോളോയിങ് പോസിബിൾ, ഓക്കെ, അവിടെയും മിസ്റ്റേക്ക് വന്നു. ഓക്കെ, അതുപോലെ തന്നെ ഡു യു ഹാവ് ഇനഫ് ടൈം ടു പെർഫോം യുവർ വർക്ക് വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ് ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഹാവ് യു ടേക്കൺ ലീവ് ഇൻ ദ പാസ്റ്റ് 12 months, കഴിഞ്ഞ 12 മാസമായിട്ട് നിങ്ങൾ ലീവ് എടുക്കാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ സ്ട്രെസ്സും ഇതും തമ്മിലുള്ള ഇതും
ലീവും തമ്മിൽ റിലേഷൻ ഉണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ കഴിഞ്ഞ 12 മാസമായിട്ട് ലീവ് എടുക്കാറുള്ളതിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, നോ, കോൺസ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കോൺസ് എന്നുള്ളൊരു ആൻസർ അവിടെ ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. അതുപോലെ തന്നെ ഡു യു ഗെറ്റ് ദ ടൈം ടു അറ്റൻഡ് യുവർ പേഴ്സണൽ ഒബ്ലിഗേഷൻ എവറി ഡേ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആപ്റ്റ് അല്ലാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഒന്ന് വായിച്ചു നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്, മിസ്റ്റേക്സ് എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടെത്തിയത് ഒന്ന് പറയാമോ, ഒന്ന് വോയിസ് തരാമോ? ഡു യു ഗെറ്റ് ദ ടൈം ടു അറ്റൻഡ് യുവർ പേഴ്സണൽ ഒബ്ലിഗേഷൻ എവറി ഡേ? ആർ യു ഹാപ്പി വിത്ത് യുവർ പേ പാക്കേജ്? ഡു യു ഫീൽ ദ ജോബ് ഈസ് ടു റുട്ടീൻ, ഡൾ ആൻഡ് ബോറിംഗ്? എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യനെയറിന്റെ ഒരു മിസ്റ്റേക്ക്? ഞാൻ ഈ ക്വസ്റ്റ്യനെയർ ഇവിടെ ഒരു മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യനെയർ മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ കാരണം? എനിവൺ പ്ലീസ്. ചോദിക്കുമ്പോഴത്തേക്കും അമല മിസ് ലെഫ്റ്റ് ആയി പോകും. ഹലോ, ഞാൻ പറയണത് വോയിസ് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ, അതിരിക്കരുത്. ഇപ്പോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ക്വസ്റ്റ്യനെയറിൽ എന്ത് മിസ്റ്റേക്കാണ് നിങ്ങൾ കാണുന്നതെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ. Do you get time to attend your personal obligation? Are you happy with your pay package? Do you feel the job is too routine, dull and boring? Do you feel secured about job at KBPS? Single mistake കാണുന്നുണ്ടോ? ഓൺലി യെസ് ഓർ നോ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ പറഞ്ഞ കറക്റ്റ് ആണ്. യെസ് ഓർ നോ ഓപ്ഷൻ മാത്രം ഉള്ളപ്പോ അവിടെ സ്കെയിലിംഗിൽ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ യെസ് നോയും ചോദിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ചില സമയത്ത് എല്ലാം നമ്മൾ യെസ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൻസർ കിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ അവിടെ ഞാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചു ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പോ എന്താണ് നമ്മൾ ഒരാളോട് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് യെസ് ഓർ നോ എന്നുള്ള ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ യെസ് എന്ന് പറയാം അല്ലെങ്കിൽ നോ എന്ന് പറയാം. പക്ഷെ ഞാൻ ചോദിച്ച സെൻസ് വേറെ രീതിയിലായിരിക്കും. ഞാൻ ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ എന്റെ രീതികൾ ഇത് ഇഷ്ടമാണെന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ പൂർണ്ണമല്ലാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ മീനിങ് മനസ്സിലായില്ല എങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ എന്തല്ല, വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, ഇനി ഞാൻ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഞാൻ ക്ലാസ് ഇഷ്ടമായിരിക്കാം, കുറച്ചൊക്കെ ഇഷ്ടമാണ്, എന്നാൽ കുറച്ചൊക്കെ ഇഷ്ടക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ എന്നും പറയാൻ പറ്റില്ല, യെസ് എന്നും പറയാൻ പറ്റില്ലാത്ത രീതിയിലുള്ള ഇതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ഇടയിലേക്ക് ഒരു സംഭവം കൊണ്ടുവരേണ്ടത്. സോ ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കോൺസേ എന്ന് പറയുന്നതും അതൊരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ അല്ല. സോ ഇൻ ബിറ്റ്വീൻ യെസിനും നോക്ക് ഇടയിലുള്ള ഒരു ആൻസർ കയറി വരേണ്ടതായിട്ട്. അപ്പൊ ഇവിടെ എന്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള ചോദ്യമല്ല. രണ്ടാമത്തത് ഞാൻ ചോദിച്ച സ്കെയിൽ യെസ് ഓർ നോ ആണ് ചോദിച്ചത്, ആ സ്കെയിലിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ എന്താണ് മെഷർമെന്റ്, എന്താണ് സ്കെയിലിംഗ് എന്നുള്ളത് മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞാണ്, അതിന്റെ ഡീറ്റെയിൽഡ് സെഷനിലേക്ക് നമ്മൾ വരും. ഓക്കെ, അപ്പൊ ഞാനിത് വീഡിയോ ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോ മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് നമുക്ക് നോക്കാം. എന്താണ് മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് എന്നുള്ളത്? ഓക്കെ, മെഷർമെന്റ് is the process of assigning numbers or scores to characteristics or attributes of objects or people of interest. ഓക്കെ, ഇപ്പൊ മെഷർമെന്റും സ്കെയിലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം സംഭവം തന്നെയാണ്. നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒരു നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോ സ്കോറുകൾ നമ്മൾ കൊടുക്കുന്നത്, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, മെഷർമെന്റ് അല്ലെങ്കിൽ സ്കെയിലിംഗ് എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം. പല തരത്തിലുള്ള സ്കെയിലുകൾ ഉണ്ട്. നോമിനൽ സ്കെയിൽ ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന സ്കെയിലുകളൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യാമോ? നോമിനല്, ഓർഡിനല്,
ഇന്റർവെൽ, ലാസ്റ്റ് വൺ നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, അതിന്റെ ആൻസർ പറഞ്ഞു റേഷ്യോ. ഇങ്ങനെ 4 ടൈപ്പ് സ്കെയിലുകളാണുള്ളത്. ഓക്കെ, അപ്പോ നോമിനൽ സ്കെയിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇങ്ങനെ ഓരോ കളർ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ അതൊക്കെ നോമിനൽ ആണ്. ഇത് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. നമുക്ക് നോക്കാം എന്താണ് നോമിനൽ സ്കെയിൽ എന്നുള്ളത്. ഓക്കെ, അസൈൻ സബ്ജക്ട്സ് ടു ഗ്രൂപ്പ്സ് ഓർ കാറ്റഗറി. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സബ്ജക്റ്റിനെ ഗ്രൂപ്പോ കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജെൻഡർ എന്നതിനെ നമ്മൾ എന്താകുന്നു, 2 ഗ്രൂപ്പ് ആക്കുന്നു. ജെൻഡറിനെ എങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ആക്കാൻ പറ്റാം, ഒന്ന് മെയില്, ഒന്ന് ഫീമെയിൽ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ അങ്ങനെ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ട്രാൻസ്ജെൻഡർ ചെയ്യുമ്പോഴത്തേക്കും പലതരത്തിലുള്ള കാറ്റഗറി അതിൽ വരുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡറിൽ തന്നെ വേറൊരു വകഭേദം വരുന്നുണ്ടല്ലോ. എന്താണെന്ന് അറിയാവോ? കിട്ടുന്നില്ല. എക്സാക്ട്ലി, ട്രാൻസ്സെക്ഷൽ. ഓക്കെ, അങ്ങനത്തെ പല കാറ്റഗറി ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പായിട്ട് തരംതിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് അതായത് ഒരേ വർഗത്തിൽപ്പെട്ടതായിരിക്കും, അതായത് മനുഷ്യവർഗത്തിൽപ്പെട്ടതായിരിക്കും. കളക്റ്റീവ്ലി എക്സോസ്റ്റീവ്. ഓക്കെ, എന്നാൽ അവർ കളക്റ്റീവ്ലി എക്സോസ്റ്റീവ്. നോ ഓർഡർ ഓർ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. ഇവിടെ എന്തില്ല, ഒരു ഓർഡറും ഇല്ല, ഒരു ഡിസ്റ്റൻസും ഇല്ല. അതായത് നമ്മൾ നോർമലി എങ്ങനെ പറയാറ്, ആണ് പെണ്ണ് എന്നാണ് നമ്മൾ പറയാറ്. എന്നാൽ നമുക്ക് പെണ്ണ് ആണെന്ന് നമുക്ക് പറഞ്ഞുകൂടി, അതിൽ തെറ്റുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ ആണിന് പെണ്ണിനേക്കാളും അല്ലെങ്കിൽ പെണ്ണിന് ആണിനേക്കാളും മെജോറിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തരംതിരിക്കാനായിട്ട് പറ്റില്ല. അവിടെ എന്തില്ല, ഒരു ഓർഡർ ഇല്ല. ഓക്കെ, അപ്പൊ നോമിനൽ സ്കെയിലിൽ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഓർഡർ ഇല്ല എന്നുള്ളതാണ് നോമിനൽ സ്കെയിലിൽ പറയാനുള്ളത്. ഓക്കെ, നോ അരിത്തമെറ്റിക് ഒറിജിൻ. അവിടെ എന്തില്ല, ഒരു അരിത്തമെറ്റിക് ഒറിജിൻ ഇല്ല. അതായത് ആണിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ പെണ്ണിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ഇങ്ങനെ നോക്കാം, ട്രാൻസ്ജെൻഡർ, ഫീമെയില്, മെയിൽ നോക്കാം, അല്ലെങ്കിൽ മെയില്, ഫീമെയില്, ട്രാൻസ്ജെൻഡർ നോക്കാം. അങ്ങനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും വെക്കാം. അവിടെ ഒരു ഒറിജിൻ ഇല്ല. ഓക്കെ, ഓൺലി കൗണ്ട് നമ്പേഴ്സ് ഇൻ കാറ്റഗറി. അതൊരു കാറ്റഗറിക്കൽ നമ്പർ മാത്രമാണ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ മെയിലിന് 1 കൊടുക്കുന്നു, ഫീമെയിലിന് 2 കൊടുക്കുന്നു. വേണമെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം, ഫീമെയിലിന് 1 മെയിലിന് 2 കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും അവർക്ക് നമ്പറിങ് നമുക്ക് കൊടുക്കാം. അതായത് നമ്മൾ ഡാറ്റ ചെയ്ത് വരുമ്പോഴത്തേക്കും, കോഡിങ് ചെയ്യുമ്പോഴത്തേക്കും മെൻ ആണെന്നുണ്ടെങ്കിൽ 1 കൊടുക്കും, ഫീമെയിൽ ആണെങ്കിൽ 2 കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ എക്സലിലൊക്കെ ഡാറ്റ അനാലിസിസിന് വേണ്ടി ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെന്നിന് 2 ഫീമെയിലിന് 1 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോഡ് കൊടുക്കാം. സോ ഓൺലി കൗണ്ട് നമ്പേഴ്സ് ഇൻ കാറ്റഗറി. അത് വെറും കൗണ്ടിങ് നമ്പേഴ്സ് മാത്രമാണ്, അതിനെന്തില്ല, വാല്യൂ ഇല്ല. എന്തുപോലെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കാറുണ്ട്, റോൾ നമ്പർ കൊടുക്കാറുണ്ട്. ആ റോൾ നമ്പറിന് വല്ല പ്രത്യേകത ഉണ്ടോ? ഇല്ല, അത് ജസ്റ്റ് കൗണ്ടിങ് നമ്പേഴ്സ് മാത്രമാണ്. ഓക്കെ, ഓൺലി പ്രസന്റ്, പെർസെന്റേജ് ഓഫ് കാറ്റഗറീസ്. അവിടെ നമുക്ക് എന്താ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ, പെർസെന്റേജ് ഒക്കെയാണ് നമുക്ക് ഡാറ്റ അനാലിസിസ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അവിടെ ചെയ്യുന്ന ടെസ്റ്റ് chi-square ടെസ്റ്റ് ആണ് മോസ്റ്റ് ഓപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ആപ്പിള്, ഓറഞ്ച്, ടൊമാറ്റോ. ഇതൊരു നോമിനൽ സ്കെയിൽ ആണോ? വോയിസ് വന്നാലും മതി. ആപ്പിള്, ഓറഞ്ച്, ടൊമാറ്റോ. പ്ലീസ്. ഹലോ, നിങ്ങൾക്ക് ഓഡിബിൾ അല്ലേ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ, ഓഡിബിൾ ആണ്. ഞാൻ ചോദിച്ചത് ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്. ഇത് നോമിനൽ സ്കെയിൽ ആണോ? ഓക്കെ, നോമിനൽ ആണ്. എന്തുകൊണ്ടാണ് ഇത് നോമിനൽ എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ചോദിച്ചു. ഇപ്പൊ ഇവിടെ ഒരു സംഭവം ചോദിച്ചു. ഇപ്പൊ പിഗ് ഉണ്ട്, അതേപോലെ തന്നെ കൗ ഉണ്ട്, അതേപോലെ തന്നെ പപ്പി ഉണ്ട്. ഓക്കെ, ഇത് നോമിനൽ ആണോ? എന്നാൽ ഞാൻ പറയുന്നു ആപ്പിൾ, ഓറഞ്ച്, ടൊമാറ്റോ ഇത് നോമിനൽ അല്ല എന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ടായിരിക്കും? അല്ലാന്ന് ഞാൻ പറഞ്ഞു. അപർണ മിസ് അല്ല എന്നാ പറഞ്ഞത്. വൈ? വോയിസ് വന്നാൽ മതി.
ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം കൊണ്ടാണ് ദിവ്യ മിസ് ലെഫ്റ്റ് ആവണത്. നമുക്കൊരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിലേ നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ വൺ സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യുന്നത്. ഒന്ന് വോയിസ് തരാമോ? ആരും തന്നെ വോയിസ് തന്നെ. സാർ ഒരു ഗ്രൂപ്പ് ഒരു കാറ്റഗറൈസോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ട് എങ്ങനെ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു കാറ്റഗറൈസോ ചെയ്യാൻ പറ്റൂലല്ലോ ഈ പറയണത്. ആപ്പിൾ, ഓറഞ്ച്, ടൊമാറ്റോ. ആപ്പിൾ ഒന്നില്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ. എക്സാക്ട്ലി അത് തന്നെയാണ്. ഇവിടെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഇവിടെ പിഗ്, കൗ, അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് മൃഗം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് എക്സാക്ട്ലി ഒരു നോമിനൽ സ്കെയിൽ അല്ല. കാരണം ആപ്പിളും ഓറഞ്ചും ഒരേ കാറ്റഗറിയിൽ വേറെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണെങ്കിൽ ഓക്കെ, മെയിലും ഫീമെയിലും എന്നുള്ളത് ജെൻഡർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിനാണ് നോമിനൽ സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്കെയിലിങ്ങിന് ചിലപ്പോൾ എന്ത് പറ്റാം, മിസ്റ്റേക്കുകളൊക്കെ പല ആളുകൾക്കും പറ്റാറുണ്ട്. നമുക്ക് നോക്കാം അടുത്തത്. നമുക്ക് കോഡിങ് കൊടുക്കുന്നത്, അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മെന്നിന് വേണമെങ്കിൽ 2 കോഡ് ചെയ്യാം. അതേപോലെ തന്നെ ഫീമെയിലിന് നമുക്ക് എന്ത് ചെയ്യാം 1 കോഡ് ചെയ്യാം. നേരെ തിരിച്ചു മറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സെക്സ്, മാരിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, അതായത് റൂറൽ ഏരിയ ആണോ അർബൻ ഏരിയ ആണോ, എത്നിക് ഗ്രൂപ്പ്, നിങ്ങൾ എന്ത് എത്നിക് ഗ്രൂപ്പ് ആണ്, അതുപോലെ തന്നെ ബ്രാൻഡ് ചോയ്സ്, ജോബ് ടൈപ്പ്, എക്സിക്യൂട്ടീവ് ആണോ, ടെക്നിക്കൽ ആണോ, ക്ലറിക്കൽ ആണോ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ മന്ത്സ്, പാറ്റേൺസ് പെർ അവർ, ടൈപ്സ് ഓഫ് റെസ്റ്റോറന്റ് പ്രിഫറിങ്, അതുപോലെ തന്നെ റിലീജിയൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് എന്ത് തന്നെയാണ്, നോമിനൽ സ്കെയിൽ ആണ്. സോ നിങ്ങൾക്ക് നോമിനൽ സ്കെയിൽ മനസ്സിലായി എന്ന് കരുതുന്നു. സ്കെയിൽ മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പൊ സ്കെയിൽ അടുത്തൊരു എക്സാമ്പിൾ ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതും നോമിനൽ സ്കെയിൽ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാമത്. ഓക്കെ, ഇനി അടുത്താണ് ഓർഡിനൽ സ്കെയിൽ. ഓക്കെ, ഓർഡിനൽ സ്കെയിലിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിഫൈസ് ഡാറ്റ അക്കോർഡിംഗ് ടു സം ഓർഡർ ഓർ റാങ്ക്. ഇവിടെ റാങ്കിങ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഫെയർ ടു സേ ദാറ്റ് വൺ റെസ്പോൺസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ അനദർ. ഇവിടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഓർഡർ ഉണ്ട്, മറ്റേതിന് എന്തില്ല, ഒരു ഓർഡർ ഇല്ല. അതായത് നോമിനൽ സ്കെയിലിന്റെ പ്രത്യേകത ഓർഡർ ഇല്ല. അതായത് നമുക്ക് ആണ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പെണ്ണ് എഴുതാം, അല്ലെങ്കിൽ പെണ്ണ് കഴിഞ്ഞിട്ട് ആണ് എഴുതാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും തിരിച്ചു മറിച്ചിടാം. അവിടെ ഒരു ഓർഡർ ഇല്ല. ഓക്കെ, ഒറിജിനും ഇല്ല. എന്നാൽ ഇവിടുത്തെ ഒരു വ്യത്യാസം, fair to say that one response is greater or less than another. ഒന്ന് മറ്റൊന്നിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനേക്കാളും വലുതോ ആണ് എന്നുള്ളത് അറിയാൻ സാധിക്കും. ഹോട്ട്നെസ് ഓഫ് 3 chili peppers, a scale of hotter and hottest could be used. ഓക്കെ, അപ്പൊ നമ്മൾ ഒരാൾ കറി വെക്കുന്നുണ്ട്, ഓക്കെ, ഭക്ഷണം വെക്കുന്നുണ്ട്. ആ ഭക്ഷണം വെക്കുമ്പോൾ നമുക്ക് അതിന് എന്താ പറയാ, എരിവുള്ളതാണ്, കുറച്ച് എരിവുള്ളതാണ്. ഇനി അടുത്ത ആള് ഭക്ഷണം വെച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താണ്, കുറച്ചും കൂടി എരിവ് കൂടുതലുള്ളതാണ് എന്ന് പറയാം. മറ്റ് അടുത്ത ആള് വെക്കുമ്പോഴത്തേക്ക് എന്താണോ ഭയങ്കര എരിവാണ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 3 പേര് ഭക്ഷണം വെച്ചിട്ട്, അതായത് 3 കറീസ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ എരിവിന് നമുക്ക് കുറച്ച് എരിവ്, കുറച്ച് അധിക എരിവ്, ഭയങ്കര എരിവ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാനായിട്ട് സാധിക്കും. സോ അതിനെന്തുണ്ട്, ഒരു ഓർഡർ ഉണ്ട്. പക്ഷെ അതിന്റെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്, അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഇല്ല. അതായത് ഭക്ഷണം വെച്ചതിനേക്കാളും കുറച്ചും കൂടി എരിവ് കൂടുതലായിരിക്കും അടുത്ത ആള്. പക്ഷെ എന്നാൽ ആ ആളും തൊട്ടടുത്തുള്ള ആളും മൂന്നാമത്തെ ആൾ വെച്ചത് ഭയങ്കര എരിവാ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, കൂടുതലാണ്. സോ അവിടെ ഒരു കോമൺ ഡിസ്റ്റൻസ് ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ആക്കാൻ പറ്റും. എരിവ് കുറവുള്ള ഭക്ഷണം, അതിനേക്കാൾ കുറച്ചും കൂടി എരിവുള്ള ഭക്ഷണം, അതിനേക്കാൾ കൂടി എരിവുള്ള ഭക്ഷണം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വയ്ക്കാനായിട്ട് സാധിക്കും. സോ ഇതിനെയാണ് സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ആ ഓർഡിനൽ അതിനൊരു ഓർഡർ. ഓക്കെ, ഗ്യാപ്പ് ബിറ്റ്വീൻ ഐറ്റം. ആ ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഐറ്റംസ് ഈസ് അൺസ്പെസിഫൈഡ്. ആ ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഓർഡിനൽ സ്കെയിലിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇതാണ് മീഡിയൻ ആണ്. നമുക്ക് അവിടെ കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള മീഡിയൻ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ ആപ്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് ഈ ഓർഡിനൽ സ്കെയിലിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ റാങ്കിങ് ഒക്കെ കൊടുക്കുമല്ലോ, 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക്. ഓക്കെ, അപ്പൊ 1ാം റാങ്ക് ഉള്ള ആൾക്ക് നമുക്ക് ഓർഡർ എങ്ങനെയുള്ളൂ, 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക്, അല്ലെങ്കിൽ 1ാം റാങ്ക്, 3ാം റാങ്ക്, 2ാം റാങ്ക്, ഇങ്ങനെ നമ്മൾ ഓർഡറിൽ പറയാറില്ലല്ലോ. അതിനൊരു ഓർഡർ ഉണ്ട്, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്. ഓക്കെ, എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് ചിലപ്പോൾ 1000 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ രണ്ടാം സ്ഥാനം കിട്ടിയ വ്യക്തിക്ക്
എത്ര 999 ആയിരിക്കും, ഒരു മാർക്ക് കുറവായിരിക്കും. പക്ഷെ അദ്ദേഹം എന്തായിരിക്കും സെക്കൻഡ് റാങ്ക് ആയിരിക്കും. മൂന്നാം റാങ്ക് കിട്ടിയ ആൾക്ക് ചിലപ്പോൾ 800 മാർക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും അദ്ദേഹം എന്ത് തന്നെയാണ്, തേർഡ് റാങ്കിൽ തന്നെയാണ്. സോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നുള്ളത് എന്തല്ല, കോമൺ ആയിട്ടുള്ള ഡിസ്റ്റൻസ് അല്ല. അപ്പൊ റാങ്കിങ് ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം ഏതിൽ വരുന്നതാണ്, ഓർഡിനൽ സ്കെയിൽ വരുന്നതാണ്. അവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ടൂൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത് ആവറേജ് നോക്കാൻ ഏറ്റവും നല്ലത് മീഡിയൻ ആണ്. മീഡിയൻ ഒക്കെ നല്ലത് ഏതാണ്, മീഡിയൻ ആണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മോഡും കുഴപ്പമില്ല. ഓക്കെ, മീൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ വരുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാനൽ ഏതാണ്, സി ടി വി ആണോ, CNBC ആണോ, NDTV ആണോ, BBC ആണോ എന്നൊക്കെ ചോദിക്കാം. പ്രിഫറൻസ് ഒക്കെ ചോദിക്കുന്നത്. ഓക്കെ, റാങ്കിങ് കൊടുക്കാൻ പറയാം. അതായത് CCTVക്ക് ഒന്നാം, അപ്പൊ ഞാൻ കൊടുക്കണം CCTVക്ക് 1ാം റാങ്ക്, NDTVക്ക് 2ാം റാങ്ക്, അതുപോലെ തന്നെ BBCക്ക് 4ാം റാങ്ക്, അതുപോലെ തന്നെ CNBCക്ക് 3ാം റാങ്ക്. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. സോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, റാങ്കിങ് കൊടുക്കുന്നുണ്ട്. ഇതും എന്ത് തന്നെയാണ്, ഓർഡിനൽ സ്കെയിൽ തന്നെയാണ്. ഓർഡിനൽ സ്കെയിൽ മനസ്സിലായോ? അടുത്തതാണ് ഇന്റർവെൽ സ്കെയിൽ. ഓക്കെ, ഇന്റർവെൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ assumes that the measurement are made in equal units. അവിടെ ഈക്വൽ യൂണിറ്റ്സിലാണ് മെഷർമെന്റ് നടത്തുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കി, അതായത് 50 ഡിഗ്രി സെൽഷ്യസ്, 60 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി, ഒരു കോമൺ ഗ്യാപ്പ് അവിടെ പറയുന്നത്. സോ assumes that measurement are made in equal units. Gap between whole number or the scales are equal. ഓക്കെ, എല്ലാ നമ്പറും ആ സ്കെയിലിൽ ഓരോ നമ്പർ എന്താണ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. 50 തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്, 10. 60, 70 തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്, 10. അപ്പൊ ഓരോന്നും തമ്മിലുള്ള ഗ്യാപ്പ് കൃത്യമായിരിക്കും. ഫാരൻഹീറ്റ്, സെൽഷ്യസ് ടെമ്പറേച്ചർ സ്കെയിൽസ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ആൻഡ് ഇന്റർവെൽ സ്കെയിൽ ഡസ് നോട്ട് ഹാവ് ടു ഹാവ് എ ട്രൂ സീറോ. അവിടെ ഒരു ട്രൂ സീറോ ഇല്ല. എക്സാമ്പിൾ, എ ടെമ്പറേച്ചർ ഓഫ് 0 ഡസ് നോട്ട് മീൻസ് ദാറ്റ് there is no temperature. അതായത് ഇപ്പൊ നമ്മൾ പറയാണ് മൂന്നാറ് ടെമ്പറേച്ചർ എത്രയാണ്, മൂന്നാറ് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയാണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. പറയാമോ? 0 ഡിഗ്രി സെൽഷ്യസ് ആണ് മൂന്നാറ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ അവിടെ ടെമ്പറേച്ചർ ഇല്ല എന്നാണോ? അല്ല, അവിടെ എന്താണ്, അവിടുത്തെ 0 ഡിഗ്രിക്ക് അവിടെ എന്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. സോ എ ടെമ്പറേച്ചർ ഓഫ് 0 ഡസ് നോട്ട് മീൻ ദാറ്റ് there is no temperature. It just a arbitrary zero. അതെന്താണ്, ആർബിട്രറി സീറോ ആണ്. ഓക്കെ, പെർമിസിബിൾ സ്റ്റാറ്റിസ്റ്റിക്സ്, കൗണ്ട്, ഫ്രീക്വൻസി, മോഡ്, മീഡിയൻ, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതെല്ലാം നമുക്ക് എന്താണ്, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇന്റർവൽ സ്കെയിൽ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും യൂസ് ചെയ്യാൻ സാധിക്കും. മീൻ യൂസ് ചെയ്യാം, മോഡ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത ആ 0 എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടുത്തെ ഒരു പ്രത്യേകത ഒറിജിനാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം. ഓക്കെ, അതായത് ഇവിടെ 0 എന്നല്ല തുടങ്ങുന്നത്, ടെമ്പറേച്ചർ തുടങ്ങുന്നത് 0 എന്നല്ല, -10 ടെമ്പറേച്ചർ ആണ്, -20 ടെമ്പറേച്ചർ ആണ്, -13 ടെമ്പറേച്ചർ ആണ്, -14 ടെമ്പറേച്ചർ ആണ്. അതിനെല്ലാം നമ്മൾ എന്ത് വിളിക്കും, ടെമ്പറേച്ചർ എന്ന് വിളിക്കും. സോ ഒരു സ്റ്റാർട്ടിങ് അതിനില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും, ഇന്റർവെൽ സ്കെയിൽ എന്ന് വിളിക്കും. പക്ഷെ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കോമൺ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇന്റർവെൽ സ്കെയിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇന്റർവെൽ സ്കെയിൽ പറയാൻ പറ്റും. ഹൗ ലേറ്റ്ലി യു ആർ ഗോയിങ് ടു ബൈ എ ന്യൂ ഓട്ടോമൊബൈൽ. ഒരു പുതിയ ഓട്ടോമൊബൈൽ വാഹനം നിങ്ങൾ അടുത്ത മാസത്തിനുള്ളിൽ മേടിക്കുമോ എന്ന് ചോദിച്ചു. ഓക്കെ, ഡെഫിനറ്റ്ലി ബൈ. ഓക്കെ, ഡെഫിനറ്റ്ലി ബൈ ഉണ്ട്, പ്രോബബിലി വിൽ നോട്ട് ബൈ, മേ ഓർ മേ നോട്ട് ബൈ, പ്രോബബിലി വിൽ ബൈ, ഡെഫിനറ്റ്ലി വിൽ ബൈ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ റാങ്കിങ് കൊടുത്തു. എന്താണ്, 5 മാർക്ക്. മേടിക്കുമെങ്കിൽ 5, മേടിക്കാനുള്ള ചാൻസ് കുറച്ചും കൂടി കുറവാണെങ്കിൽ 4 മാർക്ക് കൊടുക്കും. മേ ഓർ മേ നോട്ട് ആണെങ്കിൽ 3, പ്രോബബിലി വിൽ നോട്ട് ബൈ ആണെങ്കിൽ 2, വിൽ നോട്ട് ബൈ ആണെങ്കിൽ 1. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, റാങ്കിങ് കൊടുക്കും, വാല്യൂസ് നമ്മൾ കൊടുക്കും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ഇന്റർവെൽ സ്കെയിൽ എന്ന് വിളിക്കും. പിന്നെ ലിക്വിഡ് ടൈപ്പ് 5 പോയിന്റ് സ്കെയിൽ, 4 പോയിന്റ് സ്കെയിൽ, ഇതിനെയൊക്കെ നമ്മൾ എന്താ വിളിക്കുക, ഇന്റർവെൽ സ്കെയിൽ എന്നാണ് വിളിക്കുക. എന്നാൽ SPSS എന്നുള്ള സംഭവം ഉണ്ടല്ലോ, എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്, അവിടെ നമ്മൾ റേഷ്യോനെയും ഇന്റർവെല്ലിനെയും ഒരു കാറ്റഗറി ആക്കിയിട്ട് സ്കെയിൽ എന്നാണ് നമ്മൾ വിളിക്കുക. ഇത്ര മനസ്സിലായി? ഇന്റർവെൽ സ്കെയിൽ വരെ മനസ്സിലായോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ക്ലിയർ ആണ്. അടുത്തതാണ് റേഷ്യോ സ്കെയിൽ. ഓക്കെ, റേഷ്യോ സ്കെയിൽ നമുക്കറിയാം, ആക്ച്വൽ
ഇൻഡിക്കേറ്റ്സ് ആക്ച്വൽ എമൗണ്ട് ഓഫ് വേരിയബിൾ, ഷോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് ഓഫ് സ്കെയിൽ. ഓക്കെ, ഇവിടെ ആക്ച്വൽ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് റേഷ്യോ സ്കെയിലിന്റെ പ്രത്യേകത. ഓൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആർ യൂസബിൾ. എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യാം. മോസ്റ്റ് പവർഫുൾ ആൻഡ് മീനിങ്ഫുൾ ആൻസർ നമുക്ക് കിട്ടും. അലോ കമ്പാരിസൺ കിട്ടും. നമുക്ക് കമ്പാരിസൺ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതാണ് റേഷ്യോ സ്കെയിലിന്റെ പ്രത്യേകത. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം, വാട്ട് ഈസ് യുവർ ആനുവൽ ഇൻകം? നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറയാനാണ് ഇത്ര രൂപ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? റേഷ്യോ സ്കെയിൽ എന്ന് പറയും. കാരണം എക്സാക്ട് വാല്യൂ ആണ് നമ്മൾ അവരുടെ അടുത്ത് മെഷർ ചെയ്യുന്നത്. ഹൗ ഫാർ യുവർ വർക്ക് പ്ലേസ് ഫ്രം ഹോം? നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വർക്ക് പ്ലേസിലേക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട്, അല്ലെങ്കിൽ എത്ര മൈൽസ് ദൂരമുണ്ട് എന്ന് ചോദിച്ചു. സോ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറിജിൻ ഉണ്ട്. ഒറിജിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 0യിൽ നിന്നും മേൽപോട്ടായിരിക്കും അവിടെ ഒറിജിൻ എന്ന് പറയുന്നത്. സോ ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? റേഷ്യോ സ്കെയിൽ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഇനി സ്കെയിലുകളുടെ ഒരു വ്യത്യാസം ഇവിടെ പറഞ്ഞുതരാം. നോമിനലും നമ്മൾ ചുമ്മാ ഒരു നമ്പർ അസൈൻ ചെയ്യും. നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു ജേഴ്സിക്ക് 9ാം നമ്പർ കൊടുക്കും, 8ാം നമ്പർ കൊടുക്കും, 4ാം നമ്പർ കൊടുക്കും. ഇവിടെ 9ാം നമ്പറുകാരൻ 8ാം നമ്പർ നല്ല കളിക്കാരനാണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ 4ാം നമ്പറുകാരൻ 8ാം നമ്പറിനേക്കാൾ നല്ല കളിക്കാരനാണെന്ന് പറയാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇത് എന്താണ്? ജസ്റ്റ് ഐഡന്റിഫിക്കേഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു നമ്പറാണ്. സോ അതാണ് നോമിനൽ സ്കെയിൽ എന്ന് വിളിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സ് എന്താണ്? ജസ്റ്റ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള നമ്പർ മാത്രമാണ്. ഓർഡിനൽ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഓർഡർ ഉണ്ട്. എങ്ങനെയാണ്? ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ്, ഒരു ഓർഡർ ഉണ്ടാവും. ഓക്കെ, ഈ ഫസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് എഴുതിയിട്ട് സെക്കൻഡ് ഇപ്പുറം കൊണ്ടുവന്ന് എഴുതില്ല. അതിനെന്താ? കൃത്യമായിട്ടുള്ള ഓർഡർ ഉണ്ടാവും. ഓക്കെ, റാങ്ക് ഓർഡർ ഓഫ് വിന്നേഴ്സ്. ഇന്റർവെൽ ആണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് റേറ്റിംഗ് ഓൺ എ 0 to 10 സ്കെയിൽ. ഒരു 0 to 10 സ്കെയിൽ ആയിരിക്കും നമ്മൾ ചെയ്യണം. ഇതിനെ എന്ത് വിളിക്കുന്നു? ഇന്റർവെൽ സ്കെയിൽ എന്ന് വിളിക്കുന്നത്. 8.2, 9.1, 9.6. ഇതൊക്കെ എന്താണ്? അല്ലെങ്കിൽ ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത് എത്രയാണ്? 1, 2, 3, 4, 5 എന്നുള്ള സ്കെയിൽ അത് എന്ത് തന്നെയാണ്? ഇന്റർവെൽ സ്കെയിലാണ്. അതുപോലെ തന്നെ ഉള്ളതാണ് ടൈം ടു ഫിനിഷ് സെക്കൻഡ്. എത്ര സെക്കൻഡിൽ ഓട്ടം അവസാനിപ്പിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്ര സെക്കൻഡ്. ഇത് റേഷ്യോ, ഇതും എന്ത് തന്നെയാണ്? റേഷ്യോ തന്നെയാണ്. ഓക്കെ, അപ്പോ 4ാം നമ്പർ ചെസ് നമ്പർ ഉള്ള വ്യക്തി അദ്ദേഹം 3ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. സോ ആ 4ാം നമ്പർ ഉള്ള ജേഴ്സിയിലുള്ള ആളെ ഐഡന്റിഫൈ ചെയ്യുന്നത് നോമിനൽ സ്കെയിലായിട്ടാണ്. ഇനി അടുത്തത്, അദ്ദേഹം 3ാം സ്ഥാനത്താണെങ്കിൽ ആ സ്ഥാനം പറയുന്നത് എന്താണ്? ഓർഡിനലാണ്, ഇന്റർവെൽ. അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന്റെ റേറ്റിംഗ്, അതായത് ആ ഓട്ടത്തിന്റെ ഒരു പെർഫോമൻസിനെ നമ്മൾ റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10ൽ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 8.2 ആണ് മാർക്ക് കൊടുത്തിരിക്കുന്നത്. ആ മാർക്ക് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? ഇന്റർവെൽ സ്കെയിൽ എന്ന് വിളിക്കും. ഓക്കെ, അടുത്തതാണ് റേഷ്യോ സ്കെയിൽ. ഓക്കെ, അദ്ദേഹം എത്ര സമയം കൊണ്ട് അത് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്തു. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് എക്സാക്ട് ടൈം റെക്കോർഡിംഗ് ആണ്. വോയിസ് ലോ ആകുന്ന ഇടയ്ക്ക്. ഹലോ, ക്ലിയർ ആണോ? അപ്പോ ഹലോ, സർ ഇടയ്ക്ക് മാത്രം ഒരു സൗണ്ട് ലോ ആവുന്നുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ. ഞാൻ ഒരു വേറൊരു ഫോണും കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമോ നിങ്ങൾക്ക്? ആ സർ, ഓക്കെ. ഹലോ, ഓക്കെ സർ. ഹലോ, ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഈ പറഞ്ഞത് മനസ്സിലായില്ലേ? പ്രൈമറി സ്കെയിൽസ്. ഓക്കെ,
അടുത്തത് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. കമ്പാരിസൺ ഓഫ് മെഷർമെന്റ് സ്കെയില്. നോമിനൽ സ്കെയിൽ ആണെങ്കിൽ അവിടെ ലേബൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പൊ മെയില് ഫീമെയിൽ അങ്ങനെ ഒരു ലേബൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അവിടെ എന്തില്ല, ഓർഡർ ഇല്ല, അതുപോലെ തന്നെ എന്തില്ല, ഒരു കോമൺ ഡിസ്റ്റൻസ് ഇല്ല. ഓക്കെ, ആണും പെണ്ണും തമ്മിലൊരു കോമൺ ഡിസ്റ്റൻസ് പറയാൻ പറ്റില്ല. ഒറിജിൻ ഉണ്ടോ? ഇല്ല. അതായത് ആണ് പെണ്ണ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ആണിൽ നിന്നേ തുടങ്ങാവുള്ളൂ അല്ലെങ്കിൽ പെണ്ണിൽ നിന്നേ തുടങ്ങാവുള്ളൂ, അങ്ങനെ ഒരു ഒറിജിൻ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അടുത്ത സ്കെയില്, ഓരോ സ്കെയില് നമ്മൾ പറഞ്ഞാൽ റാങ്കിങ് ആണ്. സോ റാങ്കിങ് ഹോട്ടസ്റ്റ്, എരിവ് കൂടുതൽ കുറവ് അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞില്ലേ, അതുണ്ട് നമുക്ക് ലേബൽ കൊടുക്കാൻ സാധിക്കും. അവിടെ ഓർഡർ ഉണ്ട്, എരിവ് കുറവുള്ളത് മുതൽ എരിവ് കൂടുതലുള്ളതിലേക്ക് എന്നുള്ളൊരു ഓർഡർ അവിടെ ഉണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ്, ഒരു കോമൺ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി എന്താണ് ഒറിജിൻ? അവിടെ ഒരു ഒറിജിൻ നമുക്ക് പറയാൻ പറ്റും. അതായത് എരിവ് കുറവെന്നോ, ഇപ്പൊ കുറച്ചെരിവ് കുറച്ച് കൂടി എരിവ് കൂടുതൽ എന്ന് പറഞ്ഞല്ലോ, ഈ കുറച്ച് എരിവ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി എരിവ് കുറവുള്ള വേറെ ഒന്നും കൂടി ഉണ്ടാവും. സോ അവിടെ എന്തില്ല, ഒരു ഒറിജിൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ കൃത്യമായിട്ടുള്ള ഒരു ഒറിജിൻ അവിടെ ഇല്ല. അതുപോലെ ലേബൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ ലിക്വിഡ് പൈപ്പ് സ്കെയിൽ ആണെങ്കിൽ ഹൈലി സാറ്റിസ്ഫൈഡ് അങ്ങനെ ഒരു ലേബൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കൃത്യമായിട്ടുള്ള ഓർഡർ ഉണ്ട്. ഹൈലി സാറ്റിസ്ഫൈഡ്, ന്യൂട്രൽ, ഡിസാറ്റിസ്ഫൈഡ്, ഹൈലി ഡിസാറ്റിസ്ഫൈഡ് എന്നുള്ളൊരു ഓർഡർ ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ്. ഓക്കെ, ഇപ്പോൾ ഓർഡർ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഡിസ്റ്റൻസ്, കൃത്യമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഹൈലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 5 മാർക്ക്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 4 മാർക്ക്, അതുപോലെ തന്നെ ന്യൂട്രൽ ആണെങ്കിൽ 3. അങ്ങനെ നമുക്ക് ഒരു കോമൺ ഡിസ്റ്റൻസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒറിജിൻ, കൃത്യമായിട്ടുള്ള ഒറിജിൻ അവിടെ ഇല്ല. ഓക്കെ, എന്തില്ല, ഒറിജിൻ. റേഷ്യോ സ്കെയിൽ ആണെങ്കിൽ ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. സോ ഏറ്റവും നല്ല സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. ഇന്റർവൽ സ്കെയിലും നല്ല സ്കെയിൽ തന്നെയാണ്. ഒരുപാട് സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് യൂസ് ചെയ്യുന്ന സ്കെയിലാണ് ഇന്റർവൽ സ്കെയിൽ. ഓരോന്നിനും ഓരോ സ്കെയിലാണ് നമ്മൾ എന്ത് ചെയ്യണം, ചോദിക്കുന്നത്. ഇപ്പോൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് റേഷ്യോ സ്കെയിലും ഇന്റർവൽ സ്കെയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചോദിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സ്കെയിലിംഗ് നമുക്ക് എന്താക്കണം, കറക്റ്റ് ആക്കണം. ഇതാണ് സ്കെയിലിങ്ങിനെ പറ്റി പറയാനുള്ളത്. സ്കെയിലിംഗ് മനസ്സിലായോ? ഓക്കെയാണ്. പലതരത്തിലുള്ള സ്കെയിൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സ്കെയിലും ടെക്നിക്സ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. കമ്പാരിറ്റീവ് സ്കെയിൽസ് തന്നെ പേര് കമ്പാരിസൺ ഉണ്ട്, റാങ്ക് ഓർഡർ ഉണ്ട്, കോൺസ്റ്റന്റ് സം ഉണ്ട്, ക്യൂ സോർട്ട് ആൻഡ് അതർ പ്രൊസീജിയേഴ്സ്. നോൺ കമ്പാരിറ്റീവ് സ്കെയിൽസ്, കമ്പയർ ചെയ്യാൻ പറ്റാത്ത സ്കെയിൽസ് ഒക്കെയാണ് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ, ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ, ലിക്വിഡ് സ്കെയിൽ, സിമാന്റിക് ഡിഫറൻസ് സ്കെയിൽ, സ്റ്റേപ്പിൾ സ്കെയിൽ. ഒക്കെ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഏതൊക്കെ കമ്പാരിറ്റീവ് ആണ് ഏതൊക്കെ നോൺ കമ്പാരിറ്റീവ് ആണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്താണ് ഡാറ്റ അനാലിസിസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്കെയിലിങ്ങും. അതുപോലെ തന്നെ സ്കെയിലിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോ ഒരു റിസർച്ച് പേപ്പർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കാം. മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കണ്ടോ? വിസിബിൾ ആണോ? ഹലോ, വിസിബിൾ ആണോ? സ്ക്രീൻ കുറച്ചുകൂടി ഞാൻ സൂം ചെയ്യാം. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. ഒരു സ്റ്റുഡന്റ് ചെയ്തേക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. എ സ്റ്റഡി ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് എംപ്ലോയി എൻഗേജ്മെന്റ് വിത്ത് റെഫറൻസ് ടു ഇൻഡസ് മോട്ടോഴ്സ് തേവര. തേവരയിലെ ഇൻഡസ് മോട്ടോഴ്സിലെ ആളുകളുടെ അടുത്താണ്, എംപ്ലോയീസിന്റെ അടുത്താണ് പഠനം. ഇവിടത്തെ ഈ ടോപ്പിക്കിലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാണെന്ന് പറയാൻ പറ്റും? ആർക്ക് എനിക്കൊന്ന് കമന്റ് ചെയ്യാമോ? ഈ ടോപ്പിക്കിലെ ഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാണെന്നുള്ളത്? ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വെച്ചാൽ ഡിന്ന് കൊടുത്താൽ മതി. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വെച്ചാൽ ID എന്ന് കൊടുത്ത് ടൈപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ വോയിസ് തന്നാലും മതി. ഈ ടോപ്പിക്കിലെ ഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്? Anyone please?
നിങ്ങൾക്ക് ഡിപ്പെൻഡന്റ് വേരിയബിൾ അറിയാമോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അറിയാമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് വേണം അടുത്ത കാര്യത്തിലേക്ക് പോകാൻ. ഒരു റിലേഷൻഷിപ്പ് പറയുമ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളില് ഓക്കെ നന്ദിനി പറഞ്ഞു. ഡിപ്പെൻഡന്റ് വേരിയബിൾ എംപ്ലോയി എൻഗേജ്മെന്റ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഓർഗനൈസേഷൻ കൾച്ചർ. കറക്റ്റ് ആൻസർ ആണ്. അതായത് ഇവിടെ ഞാൻ എക്സാക്ട്ലി ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എംപ്ലോയി എൻഗേജ്മെന്റ്, അതായത് അവിടുത്തെ ജോലിക്കാർ കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ടോ, എംപ്ലോയിയുടെ എൻഗേജ്മെന്റ്, ആ ജോലിക്കാരന്റെ എൻഗേജ്മെന്റ് എത്രത്തോളമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു എംപ്ലോയി കൃത്യമായിട്ട് എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്തൊക്കെ ആയിരിക്കാം? ഒരു ജോലിക്കാർ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്? ബെനഫിറ്റ്സ്, ഇൻസെന്റീവ്, സാലറി അല്ലെ. അപ്പൊ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്, മോണിറ്ററി ബെനിഫിറ്റ്സ്, ഇൻസെന്റീവ്സ്, സാലറി, ഓർഗനൈസേഷണൽ കൾച്ചർ, അങ്ങനെ ഒരുപാട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൊണ്ടാണ് ഈ എംപ്ലോയി എൻഗേജ്മെന്റ് ഉണ്ടാവുന്നത്. ശരിയല്ലേ? ഇപ്പൊ നമ്മളെ പോലുള്ള അധ്യാപകർ നല്ല രീതിയിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓർഗനൈസേഷണൽ കൾച്ചർ നല്ല രീതിയിലാവണം. അതുപോലെ തന്നെ അവിടുത്തെ പാക്കേജ്, സാലറി പാക്കേജ് നല്ല രീതിയിലാവണം. അപ്പോ നല്ല അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. സോ സെയിം ടോപ്പിക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ എംപ്ലോയി എൻഗേജ്മെന്റും ഓർഗനൈസേഷൻ കൾച്ചറും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ സ്റ്റഡി. അതായത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻഡസ് മോട്ടോഴ്സിലെ എംപ്ലോയീസ് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ടോ, എൻഗേജ്മെന്റ് എത്ര മാത്രമുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു 10 ചോദ്യം ഉണ്ടാവും. ഓർഗനൈസേഷൻ കൾച്ചർ, ആ കമ്പനിയിലെ ഓർഗനൈസേഷൻ കൾച്ചറിനെ പറ്റിയുള്ള അഭിപ്രായം ഇതും നമുക്ക് കിട്ടി. അപ്പൊ എംപ്ലോയീസ് പറയാനാണ് ഞങ്ങൾ നല്ല പണിയെടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ, അതൊരു സൈഡിൽ ഓക്കെ. അപ്പൊ എംപ്ലോയീസ് എന്താണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷൻ കൾച്ചർ നല്ലതാണെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു അതും നല്ലതാണെന്നുള്ള ഒരു ഉത്തരം നമുക്ക് പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? നമുക്കൊരു ഉത്തരം ആ ഒരു രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഓർഗനൈസേഷൻ കൾച്ചർ നല്ല രീതിയിൽ ആയതുകൊണ്ടാണ് അവിടുത്തെ എംപ്ലോയീസ് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് സാധിക്കും. അത് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ചെയ്യുന്നതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി എൻഗേജ്മെന്റും ഓർഗനൈസേഷൻ കൾച്ചർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റഡിയിൽ ഈ കുട്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. നോക്കാം, റിസർച്ച് ഡിസൈൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തല്ലോ, റിസർച്ച് മെത്തഡോളജി, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റിസർച്ച് ഡിസൈനിൽ കൊടുത്തിരിക്കുന്നു റിസർച്ച് ഡിസൈനിൽ സ്പെസിഫിക് പ്രസന്റേഷൻ ഓഫ് വേരിയസ് സ്റ്റെപ്സ് ഇൻ പ്രോസസ് ഓഫ് റിസർച്ച്. ഇവിടെ കൊടുത്തിരിക്കുന്നു ഡെസ്ക്രിപ്റ്റീവ് നേച്ചറിലുള്ള റിസർച്ച് ആണ്. സ്റ്റഡി വാസ് ഡെസ്ക്രിപ്റ്റീവ് നേച്ചർ. ഓക്കെ, അപ്പൊ അവിടെ കൃത്യമായിട്ട് കൊടുത്തേണ്ടത് എന്ത് ഡിസൈൻ ആണെന്ന്, ഡെസ്ക്രിപ്റ്റീവ് ഡിസൈൻ ആണെന്നുള്ളത്. ഇനി അടുത്ത് കൊടുത്തു പോപ്പുലേഷൻ. എന്താണ് പോപ്പുലേഷൻ? 600 എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെയാണ് വിളിക്കുന്നത് പെർമനന്റ് സ്റ്റാഫ് ഉണ്ട്. ആ പെർമനന്റ് സ്റ്റാഫാണ് അവിടുത്തെ പോപ്പുലേഷൻ. ഓക്കെ, അപ്പൊ പെർമനന്റ് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. കോൺട്രാക്ട് ബേസിലുള്ള സ്റ്റാഫ് എന്തെല്ലാം പോപ്പുലേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതാണ് സാമ്പിൾ ഡിസൈൻ. ഇവിടെ സാമ്പിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറയുന്നുണ്ട് പോപ്പുലേഷൻ ഈസ് ഓഫ് ദ സ്റ്റഡീസ് ഫിനിറ്റ്. പോപ്പുലേഷൻ എന്താണ്? ഫിനിറ്റ് ആണ്. കാരണം 600 എംപ്ലോയീസ് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. സോ പോപ്പുലേഷൻ ഫിനിറ്റ് ആണ്. ഓക്കെ, ബൈ കൺസിഡറിംഗ് ദ അവൈലബിലിറ്റി ഓഫ് എംപ്ലോയീസ് റിസർച്ചേഴ്സ് ടൈം. പക്ഷേ ഈ കുട്ടീനെ സംബന്ധിച്ച് ടൈമൊക്കെ കുറവും, അതേപോലെ തന്നെ എംപ്ലോയീസിന്റെ ടൈം ഷെഡ്യൂളൊക്കെ രാത്രിയും നൈറ്റും പല ഡ്യൂട്ടീസ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും അവിടെ എക്സാക്ട്ലി ഏത് സാമ്പിളിംഗ് മെത്തേഡാണ് നല്ലത്? കാരണം അവിടെ എംപ്ലോയീസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്താണ് ഫിനിറ്റ് ആവുമ്പോൾ പ്രോബബിലിറ്റി സാമ്പിൾ നല്ലത്. പക്ഷേ ഈ കുട്ടിക്ക് അവിടെ ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എംപ്ലോയീസ് ഫുൾ ടൈം അവൈലബിൾ അല്ലാത്തത് കൊണ്ട്. So the study was conducted by the using non-probability sampling method. അവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സാമ്പിൾ ഡിസൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് സാമ്പിളിംഗ് ഫ്രെയിം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചാണ്. എന്താണ് 600 എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഇൻഡസ് മോട്ടോഴ്സ്. ഇൻഡസ് മോട്ടോഴ്സിൽ 600 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. പല വർക്കിംഗ് അവേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സം ഓഫ് ആർ ഇൻ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ലീവ്. ചില ആളുകൾ ഷോർട്ട് ടൈം ഇതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ലോങ് ലീവിൽ പോയിരിക്കുന്ന പേഴ്സണൽ റീസൺ കൊണ്ട് പോയിരിക്കുന്ന ആൾക്കാരുണ്ട്. So the framing of the study is with that all the population due to these uncontrollable factors. So അവിടെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചില ആൾക്കാർ 10 വർഷത്തേക്കാണ് അവിടെ ജോലിയുള്ളൂ, ചില ആൾക്കാർ ലീവിൽ പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ആ 600 എംപ്ലോയീസിനെ ഫുള്ള് ആ സാമ്പിൾ ഫ്രെയിം കവർ ചെയ്യില്ല. അതിൽ നിന്ന് കുറച്ച് ആളുകളെ ആക്സിഡന്റലി മിസ്സായി പോയേക്കാം. അതെന്താണ്? അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ആണ്. ഇതിനെയാണ് ഇത് വിളിക്കുന്നത് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വിളിക്കുന്നത്. ഓക്കെ,
അടുത്താണ് സാമ്പിളിംഗ് യൂണിറ്റ്. എംപ്ലോയീസ് ഓഫ് ഇൻഡസ് മോട്ടോഴ്സ്. ഇൻഡസ് മോട്ടോഴ്സിലെ എംപ്ലോയീസ് ആണ് സാമ്പിളിംഗ് യൂണിറ്റ്. സാമ്പിൾ സൈസ് 70 എംപ്ലോയീസ് ആണ് സാമ്പിൾ സൈസ്. സാമ്പിളിംഗ് ടെക്നിക്ക് പറഞ്ഞിരിക്കുന്നത് കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ്. നേരത്തെ പറഞ്ഞു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. ഓക്കെ, ഇതൊരു BBAക്ക് പഠിക്കുന്ന ഒരു കുട്ടി ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായില്ല എങ്ങനെയാണ് ഒരു റിസർച്ച് ഡിസൈൻ ചെയ്യേണ്ടത്, റിസർച്ച് മെത്തഡോളജി എന്നുള്ള ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യാം. നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ കോമൺലി ഒരു ഡിഗ്രി സ്റ്റുഡൻസിനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാറ്? വരുന്ന സ്റ്റുഡൻസ് പോലെ ഇരിക്കും അല്ലെ? ഒന്ന് കമന്റ് ചെയ്യാവോ പ്ലീസ്? ഓക്കെ, അപ്പോ ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അതിന്റെ ഫ്രെയിംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോ ഇതിലേക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിസർച്ചിന്റെ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഡാറ്റ കളക്ഷനോട് കൊടുത്തിട്ടുണ്ട്, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എങ്ങനെയൊക്കെ കളക്ട് ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ട്. നമ്മൾ പറയാൻ പോകുന്നത് മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മള് ആരും ക്വസ്റ്റ്യനെയർ തന്നെ ഉണ്ടാക്കുന്നതല്ല. ഓക്കെ, അപ്പൊ പല കുട്ടികളും ക്വസ്റ്റ്യനെയർ തനിയെ ഉണ്ടാക്കാറുണ്ട്, പല റിസർച്ചേഴ്സും ക്വസ്റ്റ്യനെയർ തനിയെ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, തനിയെ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ ആ റിസർച്ചിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്വസ്റ്റ്യനെയർ തനിയെ ഉണ്ടാക്കുന്നതാണ്. പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യനെയറുകളാണെങ്കിൽ അത്തരത്തിലുള്ള റിസർച്ച് എങ്ങനത്തെ റിസർച്ച് ആയിരിക്കും? ഒന്ന് കമന്റ് ചെയ്യാവൂ. എക്സാക്ട്ലി, അപർണ മിസ്സിന് നന്ദിനിക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായി. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ്. അപ്പൊ പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുൻകാലങ്ങളിൽ കൊണ്ടുവന്ന സ്കെയിലോ അല്ലെങ്കിൽ മെഷർമെന്റുകളോ നമ്മളുടെ കയ്യിലില്ല. നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ള ആളുകളുടെ കോപ്പി ചെയ്യും. സോ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ കുട്ടി ചെയ്തിരിക്കുന്ന റിസർച്ച് എന്താണ്? ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. അതായത് ഒരു തിയറി ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പൊ ആ കുട്ടിക്ക് ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് വേറെ ആൾക്കാരുടെ അടുത്തുനിന്ന് കിട്ടിയിട്ടാണ്. അപ്പോ ഈ കുട്ടി ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷൻ കൾച്ചറിന്റെ സ്കെയിൽ ഈ കുട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ക്വസ്റ്റ്യനെയറിന് വേണ്ടിയിട്ട് ഒരു സ്കെയിലിംഗ് ഉണ്ടല്ലോ, ആ സ്കെയിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ജോക്സ് എന്ന് പറയുന്ന സ്കെയിലാണ്. അതായത് ജാപ്പനീസ് ഓർഗനൈസേഷൻ കൾച്ചർ സ്കെയിലാണ്. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്? ഓർഗനൈസേഷണൽ കൾച്ചർ എന്നുള്ള വേരിയബിൾ. ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് വെച്ചാൽ എന്ത് വേരിയബിൾ ആണ്? അതൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആരുടെ മെഷർമെന്റ് എടുത്തിരിക്കുന്നത്? മെഷർമെന്റ് ആണ് സ്കെയിലിംഗ് എടുത്തിരിക്കുന്നത് ജോക്സ്. അതായത് ജോക്സ് എന്ന് പറയുന്ന മെഷർമെന്റ് ആണ്. അത് ആര് ഡെവലപ്പ് ചെയ്ത? തങ് എറ്റോൾ. തങ്ങും അതേപോലെ തന്നെ കുറച്ച് ആളുകൾ കൂടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 2000 ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഫിലോസഫിയാണ്, ഒരു ഡെവലപ്മെന്റ് ആണ്. അവർ കൊടുത്തിരിക്കുന്ന ഫാമിലി ഓറിയന്റേഷൻ, ലോയാലിറ്റി, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ടീം അപ്രോച്ച്, നോളജ് ഓഫ് മാനേജേഴ്സ്. ഈ ഫാമിലി ഓറിയന്റേഷൻ, കമ്മ്യൂണിക്കേഷൻ, ടീം അപ്രോച്ച്, നോളജ് ഓഫ് മാനേജേഴ്സും ഈ 4 കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? ഈ കുട്ടികൾ ഉപയോഗിച്ചിരിക്കുന്ന മെഷർമെന്റ് ജോക്സ് ആണ്. ഓർഗനൈസേഷൻ കൾച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ജോക്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്കെയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫാമിലി ഓറിയന്റേഷൻ ഉണ്ട്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ടീം അപ്രോച്ച് ഉണ്ട്, നോളജ് ഓഫ് മാനേജേഴ്സ് ഉണ്ട്. എന്താ നമുക്ക് അതിനെ പറയാൻ പറ്റുക? ഇതിനെ പറ്റിയൊക്കെ അദ്ദേഹം ചോദിച്ചു. ആ ചോദ്യങ്ങൾ തന്നെയാണ് ഈ കുട്ടി എടുത്തിരിക്കുന്നത് പ്രൊജക്റ്റ്. ഈ 4 നമുക്ക് എന്താ പറയാൻ പറ്റും? അതിനെ പറയുന്നത് മറ്റൊരു വേരിയബിൾ എന്നാണ്. എക്സാക്ട്ലി, ഇന്റർവീനിങ് വേരിയബിൾ. അതായത് ഈ പറയുന്ന ഓർഗനൈസേഷൻ കൾച്ചറിലേക്ക് വഴി തിരിച്ചുവിടുന്ന എന്തൊക്കെയാണ്? ഫാമിലി ഓറിയന്റേഷൻ. അതായത് ഒരു കമ്പനിയിൽ ഓർഗനൈസേഷൻ കൾച്ചർ നല്ല രീതിയിലാവണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ആ ഫാമിലി ഓറിയന്റേഷൻ, ഒരു കുടുംബത്തെ പോലെ അവരെ കാണണം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. ടീം അപ്രോച്ച് വേണം. അതുപോലെ തന്നെ എന്താണ്? മാനേജേഴ്സിന് ഈ കാര്യത്തിൽ നല്ല നോളജ് വേണം. ഓക്കെ, ഇതൊക്കെ ഇദ്ദേഹം ജോബ്സ് അല്ലെങ്കിൽ തങ്ങ് ഡെവലപ്പ് ചെയ്തിരിക്കും ഇന്റർവെയിനിങ് വേരിയബിൾസ് ആണ്. സോ ഇതിന് ഇന്റർവെയിനിങ് വേരിയബിൾസ് എന്ന് വിളിക്കും. ഓർഗനൈസേഷൻ കൾച്ചറിനെ എന്ത് വിളിക്കും? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. സോ ഇത് എടുത്തിരിക്കുന്ന ആ മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് എടുത്തിരിക്കുന്ന ഇന്ന വ്യക്തിയിൽ നിന്നാണ് നമ്മൾ പറയണം. ഇത് ആരെങ്കിലും കാണിക്കാറുണ്ടോ നമ്മൾ റിസർച്ചിൽ?
നമ്മളുടെ കുട്ടികൾ റിസർച്ച് ചെയ്യുമ്പോൾ ആരെങ്കിലും കാണിക്കാറുണ്ട് ഇങ്ങനെ ഇന്ന ആളുടെ മെഷർമെന്റ് ആണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന സ്കെയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കി 5 പോയിന്റ് ലിക്വേർട്ട് സ്കെയിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ കാണിക്കാറുണ്ടോ? കാണിക്കാറില്ല. ഓക്കെ, അപ്പോ ഇത് ഡിഗ്രി ലെവലിലൊന്നും ഇങ്ങനെ ചെയ്യിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു തന്നത് നമ്മളൊരു PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. അപ്പൊ ഇങ്ങനെ കാണിക്കാതിരിക്കുന്നതിനെയാണ് പ്ലജറിസം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരാളുടെ ക്വസ്റ്റിനെയർ ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല എങ്കിൽ അതിനെ നമുക്ക് എന്താ വിളിക്കാൻ പറ്റുക? പക്ക മോഷണം എന്നാ പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യരുത്. നമ്മളൊരാളുടെ അടുത്തുനിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് അവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, അതാണ് മാന്യത. ഓക്കെ, അപ്പൊ അതാണ് മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് കൂടെ കൃത്യമായിട്ട് കുട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഇപ്പൊ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നുള്ളത് ഏതാണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വെച്ചാൽ എംപ്ലോയി എൻഗേജ്മെന്റ് ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് വേരിയബിൾ എടുത്തിരിക്കുന്ന വർക്ക് എൻഗേജ്മെന്റ് സ്കെയിൽ ഈ പറഞ്ഞ എന്താണ്? ഇതിന്റെ പേരൊന്നും വായിക്കാൻ പറയട്ടുള്ളത്. സലനോവ ഗോൺസാലസ് റോമ ബക്കർ, അത് 2002 ഡെവലപ്പ് ചെയ്ത സ്കെയിലാണ്. ആ സ്കെയിലിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ജോബ് എൻഗേജ്മെന്റ് ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ പല ആൾക്കാരുടെ ഈ പറഞ്ഞ 2002 ഇവർ കണ്ടുപിടിച്ച ഒരു സ്കെയില്, 2004 ഇവർ കണ്ടുപിടിച്ച ഒരു സ്കെയില്, 2006 ഇവർ കണ്ടുപിടിച്ച സ്കെയില്, 2010 ഇവർ കണ്ടുപിടിച്ച സ്കെയില്. ഇതൊക്കെയാണ് ഏത് ചോദിച്ചിരിക്കുന്നത്? എംപ്ലോയി എൻഗേജ്മെന്റിന്റെ ചോദ്യങ്ങൾ ഇദ്ദേഹം ഈ കുട്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ടുള്ള മെഷർമെന്റും സ്കെയിലിംഗും ലിക്വേർട്ട് ടൈപ്പ് 5 പോയിന്റ് സ്കെയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അഥവാ ഇന്റർവെൽ സ്കെയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മെഷർമെന്റ് എന്താണ്, സ്കെയിലിംഗ് എന്താണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, പിന്നെ ഇവിടെ നോക്കിയേ ടൂൾസ് യൂസ്ഡ് ഫോർ ഡാറ്റ അനാലിസിസ്. ഇത് നമ്മൾ കൊടുക്കേണ്ടതാണ് കേട്ടോ. എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഫോർ ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡെസ്ക്രിപ്റ്റീവ് എവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ഡെസ്ക്രിപ്റ്റീവ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡെസ്ക്രിപ്റ്റീവ് ഇൻഫറൻഷ്യൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഡെസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്രോസ് ടാബ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേഷൻ സ്ക്യൂനെസ് യൂസ് ചെയ്തിട്ടുണ്ട്. നോർമാലിറ്റി യൂസ് ഡിഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടി ക്രോൺബാച്ച് ആൽഫ, വൺ സാമ്പിൾ ടി ടെസ്റ്റ്, കോറിലേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എന്തൊക്കെ ഡാറ്റ അനാലിസിസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റർ, ആ റിസർച്ച് മെത്തഡോളജി എന്നുള്ളൊരു ചാപ്റ്റർ അവിടെ കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതാണ് ഡാറ്റ അനലൈസിസ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഡാറ്റ അനലൈസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കാം. അപ്പോൾ ഡാറ്റ അനാലിസിസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. യൂണിവേരിയറ്റ് ഉണ്ട്, ബൈവേരിയറ്റ് ഉണ്ട്, മൾട്ടിവേരിയറ്റ് ഉണ്ട്. എന്താണ് യൂണിവേരിയറ്റ്? ഹലോ, യൂണിവേരിയറ്റ് എന്താണ്, ബൈവേരിയറ്റ് എന്താണ്, മൾട്ടിവേരിയറ്റ് എന്താണെന്ന് വോയിസ് വരാമോ? അപ്പൊ ഞാൻ വേരിയബിൾസ് പരിചയപ്പെടുത്തിയത് അതിന് വേണ്ടിയിട്ടാണ്. യൂണിവേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വേരിയബിൾ വെച്ചിട്ടുള്ള സ്റ്റഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യണത്. ഒരു വേരിയബിൾ ഉണ്ടാവുള്ളൂ. ബൈ വേരിയബിൾ എന്ന് പറയുമ്പോൾ 2 വരും. മൾട്ടി വേരിയബിൾ എന്ന് പറയുമ്പോൾ മോർ ദാൻ 3 വേരിയബിൾസ്, 2-ലധികം വേരിയബിൾസ്, ഒരു 3-ലധികം വേരിയബിൾസ് വരാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മൾട്ടിവേരിയറ്റ് അനാലിസിസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു വേരിയബിൾ ഉള്ളൂ എങ്കിൽ യൂണിവേരിയറ്റ് അനാലിസിസ്, 2 വേരിയബിൾ ആണെങ്കിൽ ബൈവേരിയറ്റ്, അതായത് ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളേക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബൈവേരിയറ്റ് അനാലിസിസ് യൂസ് ചെയ്യും. മൾട്ടിവേരിയറ്റ് ആണെങ്കിൽ കുറെ വേരിയബിൾസ് ഉണ്ടെങ്കിൽ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിവേരിയറ്റ് അനാലിസിസ്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ അതിനു മുമ്പേ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് വാലിഡിറ്റി, നോർമാലിറ്റി. എന്താണ് വാലിഡിറ്റി, എന്താണ് നോർമാലിറ്റി, എന്താണ് റിലയബിലിറ്റി? ഇന്ന് യൂണിവേരിയറ്റ് ബൈവേരിയറ്റ് അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വാലിഡിറ്റി, നോർമാലിറ്റി ആൻഡ് റിലയബിലിറ്റി. ഇത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ എന്താണ് വാലിഡിറ്റി, എന്താണ് നോർമാലിറ്റി, എന്താണ് റിലയബിലിറ്റി?
ആർക്കെങ്കിലും ഒരാൾക്ക് എന്താണ് വാലിഡിറ്റി എന്ന് പറയാൻ പറ്റും? അറിയാമെങ്കിൽ അറിയാന്ന് പറയാം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ചോദിച്ചത് വാലിഡിറ്റി എന്താണ്, നോർമാലിറ്റി എന്താണ്, റിലയബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് പറയാമോ? ആർക്കെങ്കിലും വാലിഡിറ്റി എന്താണ്? ഡിസ്കഷൻ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി എളുപ്പമാണ്, അതാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ തന്നെ പറയേണ്ടി വരുമല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പൊ അപർണ മിസ് പഠിപ്പിക്കുന്ന ഒരു കോളേജ് അല്ലേ അപർണ മിസ് പഠിപ്പിക്കുന്നത്? ഓക്കെ, മിസ്സും അവിടെ തന്നെയാണോ? സെയിം കോളേജ് ആണോ? ദീപിക മിസ് MES. ഓക്കെ, എനിവേ ഓക്കെ, അപ്പൊ അപർണ മിസ് RE കോളേജ് ആണ്. അപ്പൊ അപർണ മിസ്സിന്റെ കോളേജിലെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഞാൻ വന്നിട്ട് ചോദിക്കുകയാണ്, അപ്പൊ RE കോളേജ് എങ്ങനെയുണ്ടെന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഒരു കുട്ടീനോട് ചോദിച്ചു കോളേജ് നല്ലതാണോ എന്ന് ചോദിച്ചു. അപ്പൊ കോളേജിനെ പറ്റി എനിക്ക് പഠിക്കണം, സോ കോളേജ് നല്ലതാണെന്ന് ചോദിച്ചു. കോളേജിന്റെ ഫെസിലിറ്റി നല്ലതാണെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണോന്ന് വെച്ചു, ലാബ് നല്ലതാണോന്ന് വെച്ചു, റിസൾട്ട് നല്ലതാണോന്ന് വെച്ചു. എന്റെ ക്വസ്റ്റ്യൻസ് വാലിഡ് ആണോ അല്ലയോ എന്ന് അപർണ മിസ്സിന് പറയാൻ പറ്റും? കോളേജിനെ പറ്റിയാണ് എനിക്ക് പഠിക്കേണ്ടത്, സോ കോളേജ് നല്ലതാണെന്ന് ചോദിച്ചു. ഫെസിലിറ്റി നല്ലതാണോ, ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണോ, ലാബ് നല്ലതാണോ, കോളേജിലെ റിസൾട്ട് നല്ലതാണോ എന്ന് ചോദിച്ചു. ഇവിടെ ക്വസ്റ്റ്യൻ വാലിഡ് ആണോ? വാലിഡ് ആണ്, ക്വസ്റ്റ്യൻ വാലിഡ് ആണ്. ഞാൻ 6ാമത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, മാനേജറിന്റെ വീട് നല്ലതാണെന്ന് ചോദിച്ചു. ക്വസ്റ്റ്യൻ വാലിഡ് ആണോ? അല്ല. അപ്പോ നിങ്ങൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, അതായത് നമ്മളുടെ ടോപ്പിക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കില്ല, വാലിഡ് ആയിരിക്കില്ല. അതായത് ചില ആളുകള് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു ടോപ്പിക്കില് കസ്റ്റമർ പെർസെപ്ഷന്റെ ചോദ്യം ചോദിക്കാറുണ്ട്, കാണാറുണ്ടെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന്റെ ചോദ്യത്തിൽ എങ്ങനെ വന്നാലും പല കുട്ടികളും ചെയ്യാറുള്ളതാണ് കസ്റ്റമർ പെർസെപ്ഷന്റെ ചോദ്യം ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചോദിക്കാറുണ്ട്, എംപ്ലോയീസ് പ്രിഫറൻസ് ചോദിക്കാറുണ്ട്, അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ എന്താണോ നമ്മളുടെ ഒബ്ജക്റ്റീവ്, ആ ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മളുടെ ക്വസ്റ്റ്യൻസ്. ആ ഒബ്ജക്റ്റീവിൽ നിന്ന് നേരെ വ്യതിചലിച്ചിട്ടാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് പോകുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ റിലയബിൾ ആൻഡ് വാലിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്, ആ ഒബ്ജക്റ്റീവിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വാലിഡ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ വാലിഡിറ്റി നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, അപ്പൊ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ ആ ഒരു ഇൻഡസ് മോട്ടോഴ്സിൽ ചെയ്തിരിക്കുന്ന ആ കുട്ടി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വാലിഡ് ആണോ അല്ലയോ? വാലിഡ് ആണ്. ഓക്കെ, എന്തുകൊണ്ട് ആ കുട്ടി ചോദിച്ച വാലിഡ് ആണെന്ന് നമുക്ക് പറയാനുള്ള റീസൺ, കാരണം ആ കുട്ടി എടുത്തിരിക്കുന്നത് ജോക്സ് എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് സ്കെയിലാണ്. അത് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള, അതായത് ഓർഗനൈസേഷൻ കൾച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വ്യക്തി അത് അതിന്റെ നോർമാലിറ്റി റിലയബിലിറ്റി എല്ലാം പ്രൂവൺ ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിരിക്കുന്നത്, കോപ്പി ചെയ്തിരിക്കുന്നത്. സോ അത് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ സ്വന്തമായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് വാലിഡ് ആവണമെന്നുണ്ടോ? ഇല്ല.
അതുകൊണ്ടാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ക്വസ്റ്റിനെയർ ഫ്രെയിംവർക്ക് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റിനെയറിൽ മാറ്റം വരുത്തേണ്ട വരും. നമ്മൾ പഠിച്ചില്ലേ എക്സ്പ്ലോറേറ്ററി റിസർച്ച് റിജിഡ് അല്ല ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ദിവസം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റെഫറൻസ് ഒക്കെ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല എങ്കിൽ കൃത്യമായിട്ടുള്ള ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനും അതുപോലെ തന്നെ പൈലറ്റ് സ്റ്റഡി പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേണം നമ്മളുടെ മെഷർമെന്റ് ക്വസ്റ്റ്യനെയർ ഒക്കെ കൃത്യമായിട്ട് ഫ്രെയിംവർക്ക് ചെയ്യാം. സോ ഇതിനെയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? വാലിഡിറ്റി ക്ലിയർ ആയില്ലേ? ഓക്കെ, ക്ലിയർ. ഇനി അടുത്തതാണ് റിലയബിലിറ്റി. ഓക്കെ, അപ്പൊ റിലയബിലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതായത് കോളേജ് നല്ലതാണോ എന്ന് ചോദിക്കുകയാണ്. അപർണ മിസ്സിനോട് ചോദിക്കുകയാണ്, കോളേജ് നല്ലതാണോ എന്ന് ചോദിച്ചു. 5 to 4 ആണ്, സോറി 5 to 1 ആണ് കൊടുത്തിരിക്കുന്ന മാർക്ക്. കോളേജ് നല്ലതാണോ? 5 to 1 ഒരു ഏതെങ്കിലും ഒരു മാർക്ക് കൊടുക്കാം. കോളേജ് നല്ലതാണോ എന്നുള്ളത് 3.5 കൊടുത്തു. ഓക്കെ, അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്കെയിലിൽ മിസ് ഒന്ന് മാർക്ക് ഇട്ടാൽ മതി. അവിടെ കമന്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ വാല്യൂ. 3യോ 3.5 ഇടരുത്. 5 to 1 ഏതെങ്കിലും ഒരു മാർക്ക് ഒന്ന് കമന്റ് ചെയ്യാം. കോളേജ് നല്ലതാണോ എന്ന് ചോദിച്ചു. മിസ് ഒന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ, അപ്പോ മിസ് ചോദിച്ചു കോളേജ്, ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനുള്ള ഒരു ആൻസർ മിസ് തന്നാൽ മതി. 5 to 1 എന്നുള്ള ഒരു രീതിയിൽ കോളേജ് നല്ലതാണോ? 5 to 1 പെട്ടെന്ന് ആൻസർ തരാം. ഓക്കെ, 3. അടുത്തത് ഓവറോൾ ഫെസിലിറ്റി മിസ് പറഞ്ഞു 4. അടുത്തത് ചോദിച്ചു ഇൻഫ്രാസ്ട്രക്ചർ 3. ലാബ് ഓൾറെഡി മിസ് 4 ഇട്ടിട്ടുണ്ട്. റിസൾട്ട് 3. ഇനി അടുത്ത് ഞാൻ ചോദിക്കുകയാണ് കോളേജ് ഓവറോൾ നല്ലതാണോ? ഓവറോൾ മാർക്ക് എത്ര കൊടുക്കും? 4. ഓക്കെ, ഇനി മിസ് ഈ പറഞ്ഞ ആൻസർ തന്നെ മിസ് നോക്കി, ലാബ് ഫെസിലിറ്റി ഓവറോൾ നല്ലതാണോ എന്ന് ചോദിച്ചു. ഫെസിലിറ്റി, അതായത് ഫെസിലിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മിസ് പറഞ്ഞത് 3 മാർക്ക് തന്നത്. ഓക്കെ, എന്നാൽ തൊട്ടടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും 4 പറഞ്ഞു. സോ മിസ് അവിടെ പറഞ്ഞത് ചെറിയൊരു വൈരുദ്ധ്യമുണ്ട്. ചില കുട്ടികളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, വഴിയിൽ കാണുന്ന ഒരു കുട്ടീനോട് ചോദിക്കുകയാണ് കോളേജ് എങ്ങനെയുണ്ട്? അടിപൊളി കോളേജ്. എത്ര മാർക്ക് കൊടുക്കും? 5 മാർക്ക്. ഫെസിലിറ്റി എങ്ങനെയുണ്ട്? 4 മാർക്ക് കൊടുക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയുണ്ട്? പൊട്ട ഇൻഫ്രാസ്ട്രക്ചർ ആണ്, 1 മാർക്ക് എന്ന് പറഞ്ഞു. ലാബ് എങ്ങനെയുണ്ട്? ലാബ് ഒരു തല്ലിപ്പൊളിയാണ്, 1 മാർക്ക്. റിസൾട്ട് എങ്ങനെയുണ്ട്? റിസൾട്ട് ആണ് 1 മാർക്ക് എന്ന് പറഞ്ഞു. ഇതിൽ എന്താ മനസ്സിലാക്കാൻ പറ്റുക? കോളേജ് നല്ലതാണെന്ന് ചോദിച്ചപ്പോൾ നല്ലതാണ്, ഫെസിലിറ്റി നല്ലതാണെന്ന് ചോദിച്ചപ്പോൾ അതും കുഴപ്പമില്ല, നല്ലതാണ്, മോശമാണെന്ന് പറഞ്ഞു. സെയിം ചോദ്യങ്ങൾ തന്നെയല്ലേ ചോദിച്ചു. കോളേജ് നല്ലതാവണമെങ്കിൽ ഫെസിലിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും ലാബ് റിസൾട്ട് എല്ലാം നല്ലതാവണ്ടേ? ഓക്കെ, അപ്പോ ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിന് എന്തില്ല? കൺസിസ്റ്റൻസി ഇല്ല. ഓക്കെ, അപ്പൊ മിസ് ഞാൻ സെയിം ചോദ്യം മിസ്സിനോട് ചോദിച്ചപ്പോഴത്തേക്ക് മിസ്സിന് കുറച്ച് കൺസിസ്റ്റൻസി ഉണ്ട്. കാരണം മിസ് 4-3 തന്നെ നിൽക്കുന്നത്. സോ മിസ്സിന് കൺസിസ്റ്റൻസി ഉണ്ട്. സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിലയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു വരുമ്പോൾ ചില ഡാറ്റാസ്, ചില കുട്ടികൾ, ചില ആളുകൾ, ഒരു വ്യക്തി എന്ന് പറയുന്നത്, ആ ഒരു വ്യക്തി വരുന്ന ആൻസർ ചിലപ്പോൾ എന്തായിരിക്കും? പലതരത്തിലുള്ള ആൻസേഴ്സ് ആയിരിക്കും. സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹലോ, ഓക്കെ, റിലയബിലിറ്റി. ഓക്കെ, അപ്പോ സോറി, അതിനെയാണ് നോർമാലിറ്റി എന്ന് വിളിക്കുന്നത്. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോ അപർണ മിസ്സിനോട് ഞാൻ ചോദിക്കുകയാണ് കോളേജ് നല്ലതാണോ എന്ന് ചോദിച്ചു. അപർണ മിസ് 5 ഒരു മാർക്ക് തരാവോ? 5 to 1 അപർണ മിസ് ഒരു ആൻസർ തരാവോ? 4. ഞാൻ ചോദിച്ചു ശിശിര മിസ്സിനോട് ചോദിച്ചു കോളേജ് തരാവോ? 3. അടുത്ത് ചോദിക്കുകയാണ് നന്ദിനിയുടെ അടുത്ത് ചോദിക്കുകയാണ് കോളേജിന്റെ ഒരു മാർക്ക് തരാവോ? ആര്യ കോളേജിന്റെ ഒരു മാർക്ക്. ഓക്കെ, അപ്പൊ കോളേജ് ഓവറോൾ നല്ലതാണെന്ന് വെച്ചാൽ 4-3. ഓക്കെ, ഇനി അടുത്തത് മിസ്സിനോട് ചോദിക്കുന്നത് ദീപിക മിസ്സിനോട് ചോദിക്കുകയാണ്. ദീപിക മിസ്സിന് മാർക്ക് കൊടുക്കാവോ? 4.
ഇത് 4, 3 അല്ലാതെ വേറൊരു മാർക്ക് ആർക്കും കൊടുക്കൂലേ? ഇനി അടുത്തത് വേറെ ആരാ ഇതിലുള്ളത് ഗ്രൂപ്പിലുള്ളത്? ഈ സോന മിസ് ഒരു അഭിപ്രായം പറയാമോ? ഓക്കെ 3. ഇനി സോന സെബാറ്റി മിസ്. ഇപ്പൊ സോന സെബാറ്റി എന്നുള്ള മാർക്ക് 1 വിചാരിക്കാം. എത്ര മാർക്ക് കൊടുത്തേ? ഓക്കെ 2 മിസ് കൊടുത്തു. ഓക്കെ 1 കൊടുത്തില്ല 2 കൊടുത്തു. സോ ഞാൻ ആദ്യം പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയി. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു ചോദ്യത്തിനോട് പല വ്യക്തികളുടെയും ആൻസർ എന്താണ്? തരത്തിലുള്ള ആൻസർ ആണ്. സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ചോദ്യത്തിനോട് പല വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? നോൺ റിലയബിലിറ്റി എന്ന് വിളിക്കാൻ പറ്റും. എന്നാൽ പറഞ്ഞിരിക്കുന്ന ആൻസർ അപർണ മിസ് പറഞ്ഞിരിക്കുന്നത് 4, ശിശിര മിസ് 4, നന്ദിനിയും 4, ദീപിക മിസ് 4, സോന മിസ് 4, സോന സെബാറ്റി മിസ് 4 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റിലയബിലിറ്റി എന്തായിരിക്കും? കൂടുതൽ. അപ്പോ നമുക്ക് ഒരു വിശ്വസനീയമായിട്ടുള്ള ഡാറ്റയാണ് കിട്ടിയിരിക്കുന്നത്, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ എന്താണ് റിലയബിലിറ്റി എന്നുള്ളത്? മനസ്സിലായോ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഓവറോൾ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റും. നമ്മളൊരു 100 പേരോട് ചോദ്യം ചോദിച്ചു, 100 പേർക്കും ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പൊ RE കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 100 പേരും പറഞ്ഞ 4 മാർക്ക് എന്ന് പറഞ്ഞാൽ ഡാറ്റ പക്ക റിലയബിൾ ആണ്. ശരിയല്ലേ? ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോ നമുക്ക് എന്ത് കിട്ടി? ഡാറ്റ റിലയബിൾ ആവണം, ഡാറ്റ വാലിഡ് ആണ്, നമ്മളുടെ ചോദ്യം വാലിഡ് ആണ്. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? അതായത് ആ കോളേജ് നല്ലതാണോ എന്നുള്ളൊരു ഉത്തരം കിട്ടി. അപ്പോൾ ഡാറ്റ എന്താ കിട്ടി? റിലയബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടി. ഓക്കെ, എന്നാൽ ചില ഉത്തരം നമുക്ക് എന്താവാം? റിലയബിൾ. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഡാറ്റ റിലയബിൾ ആണ്. ഓക്കെ, പക്ഷെ എന്തല്ല വാലിഡ് അല്ല, ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല. അപ്പൊ ഞാൻ ചോദിച്ചു മാനേജറിന്റെ വീട് നല്ലതാണെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങളോട് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞു മാനേജറിന്റെ വീട് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പറഞ്ഞു മാനേജറിന്റെ വീട് എത്ര മാർക്ക് എത്ര 5 തൊട്ട് 5 എന്ന് പറഞ്ഞു. അവിടെ കൺസിസ്റ്റൻസി ഉണ്ട്, ഡാറ്റ റിലയബിൾ ആണ്, പക്ഷെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണോ? അല്ല. അപ്പൊ ഇതിനെയാണ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, അൺറിലയബിൾ ആൻഡ് ഹെൻസ് നോട്ട് വാലിഡ്. ഒരു ചോദ്യം എന്താണ്? പല ആൾക്കാരും പല രീതിയിലാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ചോദ്യം വാലിഡ് അല്ല, ഈ ചോദ്യം ഇവിടെ വരണം. ചോദ്യം റിലയബിൾ അല്ലാത്ത ഉത്തരമാണെങ്കിൽ അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് വാലിഡിറ്റി, എന്താണ് റിലയബിലിറ്റി എന്നുള്ളത് മനസ്സിലായോ? ക്ലിയർ ആണ്? ഓക്കെ, അപ്പോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റാസ് 100, 120 ഡാറ്റാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 120 ഡാറ്റാസിൽ വാലിഡ് ആണോ റിലയബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനെ പക്കയായിട്ട് പ്രൈവറ്റ് ചെയ്താൽ മതി. റിലയബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിലയബിലിറ്റി ചെക്ക് ചെയ്യാം. റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഏതാണ്? നന്ദിനി ഒഴിച്ച് വേറെ ആരെങ്കിലും പറയാമോ? റിലയബിലിറ്റി നോക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഏതാണെന്ന് പറയാമോ? ഞാൻ നന്ദിനി ഒഴിച്ചെന്ന് പറഞ്ഞാൽ നന്ദിനിക്ക് അത് അറിയാവുന്നതാണ്, വേറെ ആർക്കെങ്കിലും അറിയാവുന്ന അറിയാൻ വേണ്ടിയിട്ടാ. റിലയബിലിറ്റി ആരെങ്കിലും ചെക്ക് ചെയ്തെങ്കിലും പ്രൊജക്റ്റിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ റിലയബിലിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ മസ്റ്റായിട്ട് നമ്മൾ ചെയ്തൊരു കാര്യമാണ് ഡാറ്റ റിലയബിൾ അല്ലാത്ത ഡാറ്റ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊജക്ട് മുൻപോട്ട് പോകാൻ. അതായത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എപ്പോഴും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യണമെന്ന് പറയാം ആർക്കേൽക്കും? ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? വോയിസ് വന്നാൽ മതി. ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനു യൂസ് ചെയ്യുന്നു? ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനു യൂസ് ചെയ്യുന്നു? വോയിസ് തരാം, ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തതാണല്ലോ. ഇത് നന്ദിനിക്കാണെങ്കിലും വോയിസ് തരാം. സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യണം സാമ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ഇപ്പൊ 120 സാമ്പിൾ ഉണ്ടെങ്കിൽ 120 പേരെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ് മെയിൻ, മീഡിയൻ, മോഡ് പോലുള്ള കാര്യങ്ങൾ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലുള്ള കാര്യങ്ങൾ. എന്നാൽ എപ്പോഴാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്? അതൊരു പോപ്പുലേഷനെ
ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. പോപ്പുലേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻഡസ് മോട്ടോഴ്സിൽ ചെയ്തിരിക്കുന്നത് 70 സാമ്പിൾ ആണ് എടുത്തിരിക്കുന്നത്, 600 പോപ്പുലേഷൻ. അപ്പോ ഈ പറയുന്ന 70 പേരെ പറ്റി മാത്രമാണ് അതായത് ഇപ്പൊ ഡെസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് പറയുന്ന മീന്, മീഡിയൻ, മോഡ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ 70 പേരെ പറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി 600 പേരെ പറ്റി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് വിളിക്കും. ആ ഇൻഫറൻഷ്യൽ അനാലിസിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലായിട്ടും നമ്മൾ റിലയബിൾ ആവണം, വാലിഡ് ആവണം, അതുപോലെ തന്നെ നോർമൽ ആവണം. ഓക്കെ, അപ്പൊ നോർമാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നോർമാലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ക്യൂനെസ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ക്യൂനെസ് കേട്ടിട്ടുണ്ടല്ലോ, പോസിറ്റീവ്ലി സ്ക്യൂഡ്, നെഗറ്റീവ്ലി സ്ക്യൂഡ്, അപ്രോക്സിമേറ്റ് സിമെട്രി, കേട്ടിട്ടുണ്ടോ അത്? ഓക്കെ, അപ്പോ നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്തൊക്കെയാവണം? വാലിഡ് ആവണം. വാലിഡ് ആവണമെങ്കിൽ ക്വസ്റ്റ്യൻ കറക്റ്റ് ആവണം. റിലയബിൾ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് ക്രോൺബാച്ച് ആൽഫ. ഒന്ന് എഴുതി വെച്ചാൽ എവിടെയെങ്കിലും കേട്ടോ. അപ്പൊ ക്രോൺബാച്ച് ആൽഫയാണ് റിലയബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അടുത്തതാണ് നോർമാലിറ്റി. ഡാറ്റ നോർമൽ ആണോ എന്ന് കൂടി അറിയാം. ഓക്കെ, അപ്പൊ ഡാറ്റ നോർമൽ ആണോ എന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കിൽ ഒരെണ്ണമാണ് സ്ക്യൂനെസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂള് നമുക്ക് നോർമാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കൊർട്ടോസിസ്, എന്തൊക്കെ യൂസ് ചെയ്യാം? ഡയഗ്രാം ആയിട്ട് പ്രസന്റ് ചെയ്യണതൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സംഭവം തന്നെ ഇങ്ങനെ വരണതൊക്കെ ഹിസ്റ്റോഗ്രാം നമുക്ക് യൂസ് ചെയ്യാം. പഠിച്ചിട്ടില്ലേ? ഹിസ്റ്റോഗ്രാം വരച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് ബാറ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവും അല്ലെ? ഇതിങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ വരയ്ക്കും, ഇതിങ്ങനെ വരയ്ക്കും, ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എന്താണ് ഇത് സ്ക്യൂഡ് ആണോ? ഇത് നോർമൽ ഡയഗ്രാം ആണോ? ഇത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? അതോ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്നത്? കമന്റ് ചെയ്യാവുന്ന. അപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന ഡയഗ്രാം കണ്ടിട്ട് പോസിറ്റീവ്ലി ആണോ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, പോസിറ്റീവ്ലി സ്ക്യൂഡ്. ഓക്കെ, അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ക്യൂനെസ്, അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ കുർട്ടോസിസ്, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം, ഹിസ്റ്റോഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ നോർമൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ അപ്പൊ നോർമൽ ആണോ എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ അപ്രോക്സിമേറ്റ് സിമെട്രി ആണോ? സിമെട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും ഒരേപോലെ വേണ്ട, ഇത് രണ്ട് സൈഡ് എന്താണ് ഒരേപോലെയാണ് ഇരിക്കുന്നത്. സോ ഇതിനാണ് എന്തുകൊണ്ട് സിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡാറ്റ അസിമെട്രിക് ആണോ എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ഡാറ്റ സിമെട്രിക്കൽ ആണെങ്കിൽ അങ്ങനെ നോർമൽ ആണെങ്കിൽ ഡാറ്റ നോർമൽ ആണെങ്കിൽ എന്ത് ടെസ്റ്റ് യൂസ് ചെയ്യും? ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണത്, ഞാൻ ഓർക്കുന്നു. ഡാറ്റ നോർമൽ ആണെങ്കിൽ എന്ത് ടെസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യാം? നന്ദിനി പറഞ്ഞ തെറ്റാണ്, ക്യൂനെസ് അല്ല. ഡാറ്റ നോർമൽ ആണെങ്കിൽ, ഡാറ്റ നോർമൽ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ക്യൂനെസ് ഉപയോഗിക്കുന്നത്. നമുക്ക് കിട്ടി, ഡാറ്റ നോർമൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ടെസ്റ്റ് യൂസ് ചെയ്യും? ഡാറ്റ നോർമൽ അല്ലെങ്കിൽ എന്ത് ടെസ്റ്റ് യൂസ് ചെയ്യും? ഡാറ്റ നോർമൽ ആണെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യും. ഡാറ്റ നോർമൽ അല്ലെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യും. അതിൽ വരുന്ന പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഇസഡ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ്. ഇത് ഞാൻ പറഞ്ഞു തന്നാണ്, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തന്നാണ്. ഇസഡ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ് പോലുള്ളതെല്ലാം എന്താണ്? പാരാമെട്രിക് ടെസ്റ്റുകളാണ്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വെറുതെ ഒരു നമ്മളുടെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നമ്മൾ പോകണമെന്നുണ്ട് എങ്കിൽ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം? ഫസ്റ്റ് റിലയബിലിറ്റി ടെസ്റ്റ് ചെയ്യണം. രണ്ടാമത് എന്ത് ടെസ്റ്റ് ചെയ്യണം? നോർമാലിറ്റി ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അവിടെ എഫ് ടെസ്റ്റ് യൂസ് ചെയ്യണോ, ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യണോ, ടി ടെസ്റ്റ് യൂസ് ചെയ്യണോ, അതോ കൈസ്കെയർ യൂസ് ചെയ്യണോ, മാർക്ക് യു ടെസ്റ്റ് യൂസ് ചെയ്യണോ, ഏത് ടൈപ്പ് ടെസ്റ്റ് യൂസ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഡാറ്റ നോർമൽ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടി വരും. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്തിരിക്കണം? റിലയബിലിറ്റി ചെയ്തിരിക്കണം. റിലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് ക്രോൺബാച്ച് ആൽഫ എന്ന് പറയുന്നത്. ക്രോൺബാച്ച് ആൽഫയുടെ വാല്യൂ എത്രയാവണം ഒന്ന് പറയാവോ? നന്ദിനിക്ക് ഒന്ന് പറയാവോ? ക്രോൺബാച്ച് ആൽഫ വരണം എത്ര, ആ വാല്യൂ എത്രയാണ് 0.70 മുകളിലാണെങ്കിൽ എന്താണ്? ഡാറ്റ റിലയബിൾ ആണ്. ആണെങ്കിൽ ഡാറ്റ അല്ല, റിലയബിൾ അല്ല. ഓക്കെ, അപ്പൊ അതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നോക്കും സ്ക്യൂനെസ് നമ്മൾ നോക്കണം എന്താണ്? ഡാറ്റ നോർമൽ ആണോ അല്ലയോ എന്നുള്ളത് നോക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തിലേക്ക് പോകാൻ പറ്റുള്ളൂ? ഈ യൂണിവേരിയേറ്റ്, ബൈവേരിയേറ്റ്, അതേപോലെ തന്നെ എന്താണ് മൾട്ടിവേരിയേറ്റ് അനാലിസിസിലേക്ക്, അതായത് ഇൻഫറൻഷ്യൽ അനാലിസിസിലേക്കൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, യൂണിവേരിയേറ്റ് ചെയ്യണമെന്നതിൽ കുഴപ്പമില്ല. യൂണിവേരിയേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വേരിയബിൾ ചെക്ക് ചെയ്യുന്നതിനാണ് യൂണിവേരിയേറ്റ് എന്ന് പറയുന്നത്. അതായത് ആണുങ്ങൾ 38 ഉണ്ട്, ഗേൾസ് 48 ഉണ്ട്. സോ ഇതൊന്നാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ് വാല്യൂ മാത്രമാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് എക്സ് മാത്രമേ നോക്കുന്നുള്ളൂ. സോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? 1 വേരിയബിൾ അനാലിസിസ്. സോ ഇതിനെ എന്ത് വിളിക്കാം? യൂണിവേരിയേറ്റ് അനാലിസിസ് എന്ന് വിളിക്കാം. അടുത്താണ് ഹൗ യൂണിവേരിയേറ്റ് അനാലിസിസ് കണ്ടക്ടഡ്. യൂണിവേരിയേറ്റ് അനാലിസിസ് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ യൂസ് ചെയ്യാം, ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യാം, ഫ്രീക്വൻസി പോളിഗൺസ് യൂസ് ചെയ്യാം, പൈ ചാർട്ട് യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, യൂണിവേരിയേറ്റ് അനാലിസിസ് നമുക്ക് യൂസ് ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ആവറേജ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ യൂസ് ചെയ്യാം? പൊസിഷണൽ ആവറേജ് ആയിരിക്കുന്ന മീഡിയൻ മോഡ്. മീഡിയൻ മോഡ് എന്താ ആവറേജ് ആണ്? പൊസിഷണൽ ആവറേജ് ആണ്. കമ്പ്യൂട്ടഡ് ആവറേജ് ആണ്. അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. ഇതെല്ലാം നമുക്ക് ഏതിൽ യൂസ് ചെയ്യാം? യൂണിവേരിയേറ്റ് അനാലിസിസ് നമുക്ക് യൂസ് ചെയ്യാം. മെഷർ ഓഫ് ഡിസ്പേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോവേരിയൻസ്, അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് യൂസ് ചെയ്യാൻ സാധിക്കും. മെഷർ ഓഫ് സ്ക്യൂനെസും കുർട്ടോസും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. യൂണിവേരിയേറ്റ് അനാലിസിസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യൂണിവേരിയേറ്റ് അനാലിസിസ് യൂസ് ചെയ്യും. ഓക്കെ, അടുത്തതാണ് ബൈവേരിയേറ്റ്. ഓക്കെ, അതായത് 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ബൈവേരിയേറ്റ് അനാലിസിസ് ചെയ്യുന്നത്. ബൈവേരിയേറ്റ് അനാലിസിസ് സ്ലൈറ്റ്ലി മോർ അനാലിറ്റിക്കൽ ആൻഡ് യൂണിവേരിയേറ്റ് അനാലിസിസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ബൈവേരിയേറ്റ് ചെയ്യുന്നത്. കമ്പാരിസൺ ബിറ്റ്വീൻ 2 ഡാറ്റ സെറ്റ്, 2 ഡാറ്റ സെറ്റ് തമ്മിലുള്ള കമ്പാരിസന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബൈവേരിയേറ്റ് യൂസ് ചെയ്യാം. ഇവിടെ നോക്കി, ബോയ്സ് 38 പേരുണ്ട്. 85% മേളിൽ മാർക്ക് മേടിച്ചിരിക്കുന്നത് 10 പേരാണ്. ഗേൾസ് 45 സ്റ്റുഡൻസ് മൊത്തമുണ്ട്. ഇവിടെ 85% മേളിൽ മാർക്ക് മേടിച്ചിരിക്കുന്ന 7 പേരാണ്. ഇവിടെ ബോയ്സ് ആണോ ഗേൾസ് ആണോ ഏറ്റവും ബെറ്റർ? ഗേൾസോ? അങ്ങനെ ഗേൾസ് ആണത്. ഗേൾസ് 45 പേരിൽ 7 പേര് മാത്രമാണ് 85% മേളിൽ മാർക്കുള്ളത്. സോറി, ബോയ്സ്. അതായത് 38 പേരില് 10 പേരെന്താണ്? 10 പേർക്ക് 85% മാർക്കുണ്ട്. അതായത് ഏകദേശം ആവറേജ് ഒരു 26-27% ആളുകൾ എന്താണ്? ഒരു 30% ആളുകൾ എന്താണ്? ഏകദേശം ഒരു 85% മേളിൽ മാർക്കുണ്ട്. ഓക്കെ, എന്നാൽ ഗേൾസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? അവിടെ ഗേൾസ് കമ്പാരിറ്റീവ്ലി മോശമാണ്. സോ 2 വേരിയബിൾസ് തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബൈവേരിയേറ്റ് അനാലിസിസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഹൗ ബൈവേരിയേറ്റ് അനാലിസിസ് കണ്ടക്ട്. ബൈവേരിയേറ്റ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്ന കോറിലേഷൻ കോഎഫിഷ്യന്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കോറിലേഷൻ ടെക്നിക് സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കോറിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് -1 ഉം +1 ഇടയിലാണെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. -1 ആണെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ്, +1 ആണെങ്കിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ്,
0 ആണെന്നുണ്ടെങ്കിൽ നോ റിലേഷൻ എന്നാണ് പറയുന്നത്, നോ കോറിലേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ ആണ്. അപ്പോ ബൈവേരിയേറ്റ് കോറിലേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ കോറിലേഷൻ ചെയ്തിരിക്കുന്ന ഒരെണ്ണം നമുക്ക് നോക്കാം. ഇവിടെ ഈ കുട്ടി ചെയ്തിരിക്കുന്ന ഈ ആസിയ എന്നുള്ള കുട്ടി BBAയുടെ പ്രൊജക്ട് ചെയ്തപ്പോ നോക്കാം, നോർമാലിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നല്ലേ നിങ്ങൾക്ക്? ഓക്കെ, നോക്കാം. നോർമാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തെന്നാണ് സ്ക്യൂനെസ്. ഓക്കെ, അപ്പൊ സ്ക്യൂനെസ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് സ്ക്യൂനെസിന്റെ വാല്യൂ ഫാമിലി -0.204, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ -0.64, ടീം അപ്രോച്ച് -0.523. ഇങ്ങനെ ഓരോന്നിന്റെയും സ്ക്യൂനെസ് വാല്യൂ, ഡാറ്റ നോർമൽ ആണോ അല്ല എന്നുള്ളതിന്റെ വാല്യൂ ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇന്റർപ്രിട്ടേഷൻ നോക്കാം. The value of skewness of family orientation, open communication, team approach, knowledge of managers and employee engagement are -0.20. ഓരോന്നിന്റെ വാല്യൂസ് എഴുതി വെച്ചിട്ടുണ്ട്. വിച്ച് ആർ ലൈസ് ബിറ്റ്വീൻ -2 and +2. അതായത് -2നും +2നും ഇടയിലാണ്. അപ്പൊ ആര് പറഞ്ഞിട്ടുണ്ട്? ജോർജ് ആൻഡ് മെല്ലേരി 2010 ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന സ്ക്യൂനെസ് വാല്യൂ -2നും +2നും ഇടയിലാണെന്നുണ്ടെങ്കിൽ ഡാറ്റ എന്തായിരിക്കും? നോർമൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വാല്യൂസ് എന്തിന്റെ ഇടയിലാണ്? -2നും +2നും ഇടയിലാണ്. എല്ലാം നോക്കി -2നും +2നും ഇടയിലല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഈ കിട്ടിയിരിക്കുന്ന ഡാറ്റ എന്ത് ഡാറ്റയാണ്? നോർമൽ ഡാറ്റയാണ്. അപ്പൊ ഡാറ്റ നോർമൽ ആണെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാം? ഒന്ന് കമന്റ് ചെയ്യാവോ? ഡാറ്റ നോർമൽ ആണെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് ടെസ്റ്റ് യൂസ് ചെയ്യാം? ഇവിടെ കിട്ടിയിരിക്കുന്ന സ്ക്യൂനെസിന്റെ വാല്യൂ -2നും +2നും ഇടയിലാണ്. -2നും +2നും ഇടയിലാണ് സ്ക്യൂനെസ് വാല്യൂ എങ്കിൽ ഡാറ്റ നോർമൽ ആണ്. ഡാറ്റ നോർമൽ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ അത് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് ആ കുട്ടി ചെയ്തത് റിലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ റിലയബിലിറ്റി വാല്യൂ, ഓർഗനൈസേഷൻ കൾച്ചറിന്റെ റിലയബിലിറ്റി വാല്യൂ 0.713 ആണ്. അതായത് ഫാമിലി ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ട ആ കുട്ടി 5 ചോദ്യങ്ങൾ ചോദിച്ചു. ഓക്കെ, മൈ കമ്പനി ട്രൈസ് ടു ക്രിയേറ്റ് എ യൂണിക് ഫാമിലി അറ്റ്മോസ്ഫിയർ. എന്റെ കമ്പനി എന്ത് ചെയ്യുന്നത്? ഒരു നല്ല ഫാമിലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മൈ കമ്പനി എംഫസൈസ് സ്ട്രോങ് ലോയാലിറ്റി ആൻഡ് ഡെഡിക്കേഷൻ. നല്ല ലോയാലിറ്റി ആണ്. കമ്പനി എംഫസൈസ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. എന്താണ്? ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒരു നല്ല ഫാമിലി ആവണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവിടെ വേണം. മൈ കമ്പനി ട്രീറ്റ് ഈച്ച് എംപ്ലോയീസ് ആസ് എ ടോട്ടൽ പേഴ്സൺ. എല്ലാവരും ഒരേപോലെയാണ് കാണുന്നത്. ഐ ഫീൽ ദാറ്റ് മൈ ഓർഗനൈസേഷൻ ഹാസ് റിയൽ ഇൻട്രസ്റ്റ് ഇൻ ദ വെൽഫെയർ ആൻഡ് ഓവർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദോസ് ഹു വർക്ക് ഹിയർ. എല്ലാവരുടെയും വെൽഫെയറിലും ഇൻട്രസ്റ്റ്, എല്ലാവരും സെയിം ഇൻട്രസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. സോ ഇത് ഫാമിലി ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഈ ചോദ്യം എന്താണ്? വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. റിലയബിലിറ്റി നോക്കിക്കഴിഞ്ഞപ്പോൾ, ആൾക്കാരുടെ റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞപ്പോൾ 0.713 ആണ്. ഡാറ്റ റിലയബിൾ ആണോ അല്ലയോ? ഓർഗനൈസേഷൻ കൾച്ചറിന്റെ ഡാറ്റ റിലയബിൾ ആണോ അല്ലയോ? ഉറപ്പാണോ? ബാക്കിയുള്ള ആൾക്കും കമന്റ് ചെയ്യാത്തൊന്ന്. അപർണ മിസ്സിനോ പറഞ്ഞ് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കോൺടാക്ട് ആൾക്കാരുടെ വാല്യൂ 0.70 മേളിലാണെങ്കിൽ ഡാറ്റ എന്താണ്? റിലയബിൾ ആണ്. ഇവിടെ 0.70 മേളിലല്ലേ? 0.71 ആണ്. സോ ഡാറ്റ എന്താണ്? റിലയബിൾ ആണ്. ഓക്കെ, അപ്പൊ കോൺടാക്ട് ആൾക്കാരുടെ വാല്യൂ 0.70 മേളിലാണെങ്കിൽ ഡാറ്റ റിലയബിൾ ആണ്. സോ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാം? ഈ ഓർഗനൈസേഷൻ കൾച്ചർ വെച്ചിട്ട് ആ കുട്ടിക്ക് എന്ത് ചെയ്യാം? ഇൻഫറൻസ് ചെയ്യാം, അനാലിസിസ് ചെയ്യാം. അതായത് ആ കുട്ടിക്ക് എന്ത് ചെയ്യാം? ജനറലൈസ് ചെയ്യും. അതായത് 600 എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടിക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് കോൺടാക്ട് ആൽഫ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ 0.708 ഡാറ്റ റിലയബിൾ ആണോ അല്ലയോ? പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യാം, അതിനെ നമുക്ക് ഇന്ന് തന്നെ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഹലോ, ഓക്കെ. ഇതെന്താണ്? ഡാറ്റ റിലയബിൾ ആണ്. ടീം അപ്രോച്ച് ഡാറ്റ റിലയബിൾ ആണ്. നോളജ് ഓഫ് മാനേജേഴ്സ് ഡാറ്റ റിലയബിൾ ആണ്. ശരിയല്ലേ? അപ്പൊ ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ മെഷർമെന്റുകളും ഇതൊക്കെ ഓവറോൾ ക്രോൺബാച്ച് ആൽഫ നോക്കുമ്പോഴത്തേക്കും അതും കൂടുതൽ. അപ്പൊ ക്രോൺബാച്ച് ആൽഫ എന്താണ് കൊടുത്തിരിക്കുന്നത്? ആരാണ് പറഞ്ഞിരിക്കുന്നത്? നന്നലി 1978 നന്നലി ഒരു സ്റ്റാറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നാണ്. 0.70 മേളിലാണ് നമ്മളുടെ ക്രോൺബാച്ച് ആൽഫയുടെ വാല്യൂ വരുന്നതെങ്കിൽ ഡാറ്റ എന്തായിരിക്കും? റിലയബിൾ. ദ വാല്യൂ അബൌട്ട് 0.70 ഈസ് കൺസിഡേർഡ് അക്സെപ്റ്റബിൾ ആൻഡ് ദെയർഫോർ ദ ഡാറ്റ ഈസ് റിലയബിൾ നന്നലി പറഞ്ഞിട്ടുണ്ട്. സോ കിട്ടിയിരിക്കുന്ന എല്ലാ ഡാറ്റാസും റിലയബിൾ ആണ്. സോ കുട്ടിക്ക് എന്ത് ചെയ്യാം? എല്ലാം എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അനലൈസ് ചെയ്യാൻ, ഇൻഫറൻഷ്യൽ അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പോപ്പുലേഷനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടെസ്റ്റ് അതൊക്കെ പറയുന്നില്ല. അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം ഒരുപാട് പോകും. നമുക്ക് ലാസ്റ്റ് വരാം, കോറിലേഷന്റെ ഇതിലേക്ക് വരാം. ഇവിടെ കുട്ടി ചെയ്തിരിക്കുന്ന ഒരു ബൈവേരിയറ്റ് കോറിലേഷൻ ആണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് എംപ്ലോയി എൻഗേജ്മെന്റ്. ഓർഗനൈസേഷൻ കൾച്ചറും എംപ്ലോയി എൻഗേജ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ നോക്കിയിരിക്കുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ കൾച്ചറും എംപ്ലോയി എൻഗേജ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഓർഗനൈസേഷൻ കൾച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ ഒന്നായിരിക്കും. അത് 100% ആയിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ മീനിങ് കേട്ടോ. ഇനി അടുത്ത ഓർഗനൈസേഷൻ കൾച്ചറും എംപ്ലോയി എൻഗേജ്മെന്റും തമ്മിൽ റിലേഷൻഷിപ്പ് നോക്കിയപ്പോഴത്തേക്കും 0.491 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതിന്റെ സിഗ്നിഫിക്കൻസ് ലെവൽ എന്നുള്ളത് എത്രയാണ്? പി വാല്യൂ കിട്ടിയിരിക്കുന്നത് 0.00 ആണ്. പി വാല്യൂവിനെ പറ്റി പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് കോറിലേഷൻ, ഇതും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ നോക്കി. സോ ദർ ഈസ് എ റിലേഷൻഷിപ്പ്. ഓക്കെ, 2 സ്റ്റാർ ഇവിടെ ഉണ്ട്. 2 സ്റ്റാർ ഉണ്ടെങ്കിൽ സ്ട്രോങ് റിലേഷൻ ആണ്. ഇവിടെ നോക്കി, Karl Pearson coefficient of correlation was used for this purpose. The results indicate that there is high degree positive relationship between organization culture and employee engagement. അതായത് 0.49 ആണ് കിട്ടിയിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റുമാണ്. 2 സ്റ്റാർ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ HPSL ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാർ കിട്ടും. 2 സ്റ്റാർ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്? ഹൈലി എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ് പറയുന്നത്. സോ 0.41 ആണെന്നുണ്ടെങ്കിൽ എന്താണ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കുന്ന അതിന്റെ അളവുകോൽ എത്രയാണെന്ന് നമുക്ക് എനിക്കൊന്ന് പറയാമോ? റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ 0.49 വന്നു അല്ലെങ്കിൽ 0.59 വന്നു. എപ്പോഴാണ് ഡാറ്റബിൾ ആണെന്ന് പറയാൻ പറ്റുക? സോറി, റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റുക? ഹലോ, ക്വസ്റ്റ്യൻ ചോദിച്ചോടെ തന്നെ നന്ദിനി ലെഫ്റ്റ് ആയല്ലോ. ഹലോ നന്ദിനി. ഹലോ സർ, കട്ടായി പോയി. ഓക്കെ, ഇത് ഡാറ്റ ഇതാണോ? അതായത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ? 0.49 എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണോ ഇല്ലാതാണോ? ഓക്കെ, അപ്പൊ റിലേഷൻഷിപ്പ് അളക്കണമെന്നുണ്ടെങ്കിലുള്ള അതിന്റെ അളവ് എത്രയാണ്? അത് പി വാല്യൂ ഗ്രേറ്റർ ദാൻ 0.00. എത്രയാണ്? പി വാല്യൂ എന്തായിരിക്കണം? 0.000 0.05 ചെറുതായിരിക്കണം. ലെസ് ദാൻ 0.05 ആയിരിക്കണം പി വാല്യൂ. ഓക്കെ 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 അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. നമ്മളിവിടെ നോക്കുന്ന പി വാല്യൂ നമ്മൾ നോക്കും. അതുപോലെ തന്നെ പിയേഴ്സന്റെ കോറിലേഷന്റെ 0.49 എന്നുള്ളത് നോക്കും.
0.49 0.5 ഒക്കെയാണ് നമുക്ക് വരുന്നതെങ്കിൽ അത് നമുക്ക് എന്താ പറയാൻ പറ്റും, there is a relationship എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് റിലേഷൻഷിപ്പിലേക്ക് പറയാനുള്ളത്. നമുക്ക് സ്ലൈഡിലേക്ക് വരാം. ഓക്കെ, അടുത്താണ് റിഗ്രഷൻ. ഓക്കെ, ഈ കുട്ടി ചെയ്യാത്തൊരു സംഭവമാണ്, റിഗ്രഷൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല റിഗ്രഷൻ അനാലിസിസ്. ഓക്കെ, റിഗ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഉണ്ടെന്നുള്ള ാണ് റിഗ്രഷൻ അനാലിസിസ് യൂസ്ഡ് ഫോർ എസ്റ്റിമേറ്റിംഗ്. ഓക്കെ, അതാണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് വേരിയബിൾസ്. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ നടക്കുന്നതാണ്, എത്രമാത്രം ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, റിഗ്രഷൻ എന്ന് പറയുന്നത്. ആ ടൂൾ അതിനാ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടെക്നിക്സ് ഫോർ മോഡലിംഗ് ആൻഡ് അനലൈസിംഗ് സെവറൽ വേരിയബിൾസ് when the focus is on relationship between dependent variable and one or more independent variables depending on r square value. അവിടെ നമ്മൾ നോക്കുന്നതാണ് r square value ആണ് അവിടെ നോക്കുന്നത്. എസ്റ്റിമേറ്റിംഗ് വിത്ത് പെർസെന്റേജ്, അവിടെ പെർസെന്റേജ് വെച്ചാണ് പ്രഡിക്ട് ചെയ്യുന്നത്. ഞാൻ നോക്കട്ടെ കുട്ടി ചെയ്തെന്തോ എന്നുള്ളത് നോക്കട്ടെ. ആക്സിഡന്റലി ആ കുട്ടി ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ ഈ കേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു പ്രൊജക്റ്റ് ആണ്. ഈ പ്രൊജക്റ്റിന്റെ ലാസ്റ്റ് ഓക്കെ, ഇതാണ് റിഗ്രഷൻ സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന റിഗ്രഷൻ ചെയ്യുന്നതാണ് എസ്റ്റിമേറ്റിംഗ് വിത്ത് ദ പെർസെന്റേജ്. അതായത് പെർസെന്റേജ് ആണ്, പെർസെന്റേജ് വെച്ച് പ്രഡിക്ഷൻ ആണ് നടക്കുന്നത്. അതായത് ആർ സ്ക്വയർ വാല്യൂ വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് എത്ര മാത്രം എന്നുള്ള ഒരു ആഴാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇതിന്റെ എത്ര മാത്രം ആഴം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കുട്ടി പ്രോജക്ട്, ഇത് മറ്റൊരു പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റിൽ കിട്ടിയിരിക്കുന്ന അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ എന്നുള്ള വാല്യൂ എത്രയാണ്, 0.326 ആണ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം വെബ്സൈറ്റ് ക്വാളിറ്റിയും അതുപോലെ തന്നെ സർവീസ് ക്വാളിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണെന്ന് ചോദിച്ചു. 0.628. സോ ദർ ഈസ് എ റിലേഷൻഷിപ്പ്. വെബ്സൈറ്റ് ക്വാളിറ്റിയും കസ്റ്റമർ ലോയൽറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. എത്രയാണ്? 0.504. അപ്പോ ഈ വേരിയബിളും ഈ വേരിയബിളും തമ്മിലുള്ളത്, വെബ്സൈറ്റ് ക്വാളിറ്റിയും സർവീസ് ക്വാളിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, വെബ്സൈറ്റ് ക്വാളിറ്റിയും കസ്റ്റമർ ലോയാലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. എല്ലാം ഓക്കെയാണ്. സർവീസ് ക്വാളിറ്റിയും കസ്റ്റമർ ലോയാലിറ്റിയും ഇങ്ങനെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് ഈ കുട്ടി ഇൻഫറൻസ് എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ ചെക്ക് ചെയ്യുന്നത് എന്താണ്, ആ റിലേഷൻഷിപ്പിന്റെ ആഴം എത്രത്തോളമാണെന്നുള്ളതാണ്. ഓക്കെ, അവിടെ പറയുന്നത് എന്താണ്, ആഴം എത്രയാണ് പറയുന്നത്, ആഴം ചെയ്യുന്നത് 0.326. അതായത് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയറിന്റെ വാല്യൂയും അതുപോലെ തന്നെ ആർ സ്ക്വയറിന്റെ വാല്യൂ എടുത്തിട്ടാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നോക്കുന്നതാണ് ആർ സ്ക്വയറിന്റെ വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. 0.337 ആണ് നോക്കുന്നത്. ഇവിടെ നോക്കുക, the result of multiple regression presented in table 4.9 reveals that there is a significant. ഇത് ക്ലിയർ ആവുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? വെബ്സൈറ്റിൽ എടുത്ത കാരണം കൊണ്ടാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലാതെ പറയണ്ടേ? ആരും ഒന്നും മിണ്ടിയില്ല, ഞാൻ പറയണ വെറുതെ കേട്ടിരുന്നു. ഓക്കെ, ഇവിടെ നോക്കുക, ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന വെബ്സൈറ്റ് ക്വാളിറ്റി സർവീസ് ക്വാളിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് 0.628 ആണ്. സോ ദർ ഈസ് എ റിലേഷൻഷിപ്പ്. അത് തമ്മിൽ എന്തുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, അതിന്റെ സിഗ് വാല്യൂ 0.00 ആണ്. സോ അതെന്താണ്, അതിന്റെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണെന്ന് നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, അപ്പോ റിലേഷൻഷിപ്പിന്റെ നമുക്ക് കിട്ടി, തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിയും. ഓക്കെ, അപ്പോ ഇനി നോക്കുക, റിഗ്രഷൻ നോക്കി.
ഇനി എന്താണ് റിഗ്രഷൻ വെച്ചിന്റെ ആഴം എത്രത്തോളമാണ്, തമ്മിൽ ബന്ധമുണ്ട്, ആ ബന്ധത്തിന്റെ ആഴമാണ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ കൊടുക്കുന്ന R² വാല്യൂ 0.337 ആണ്. ഓക്കെ, അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻഫറൻസ് എഴുതിയിരിക്കുന്ന വായിച്ചു നോക്കുക. എന്താണ് Table 4.1 reveals that there is a significant correlation between website quality, service quality and customer loyalty. അതായത് തമ്മിൽ റിലേഷൻഷിപ്പ് 0.580 ഉണ്ട്. The coefficient of determination R² was found 0.337. അവിടെ R² വാല്യൂ എത്ര കിട്ടിയത് 0.337 എന്ന് വെച്ചാൽ this implies that 33.7% of variance in customer loyalty is by website quality and service quality. അതായത് കസ്റ്റമർ ലോയാലിറ്റിയിൽ ഉണ്ടാവുന്ന വേരിയൻസ് മാറ്റം, ആ മാറ്റം എന്തുകൊണ്ടൊക്കെയാണ്? വെബ്സൈറ്റ് ക്വാളിറ്റി കൊണ്ടും സർവീസ് ക്വാളിറ്റി കൊണ്ടാണ്. അപ്പൊ വെബ്സൈറ്റ് ക്വാളിറ്റിയും സർവീസ് ക്വാളിറ്റിയും കസ്റ്റമർ എന്തുണ്ട് തമ്മിൽ ആ ബന്ധത്തിന്റെ ആഴം എത്ര ശതമാനമാണ്? 33.7%. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ലോയൽ ആവാനായിട്ടുള്ള കാരണം വെബ്സൈറ്റ് ക്വാളിറ്റി നല്ലതും സർവീസ് ക്വാളിറ്റി നല്ലതും ആയതുകൊണ്ടാണ്. അപ്പോൾ സർവീസ് ക്വാളിറ്റിയും വെബ്സൈറ്റ് ക്വാളിറ്റിയും മോശമായി കഴിഞ്ഞാൽ കസ്റ്റമർ ലോയാലിറ്റിയും എന്താവാൻ ചാൻസ് ഉണ്ട്? മോശമാവാൻ ചാൻസ് ഉണ്ട്. സോ കസ്റ്റമർ ലോയാലിറ്റി എന്നുള്ളത് 100% ആണെങ്കിൽ ആ 100%-ൽ എത്തിക്കുന്നത് 33.7% പങ്കുവഹിക്കുന്നത് ആരാണ്? വെബ്സൈറ്റ് ക്വാളിറ്റിയും സർവീസ് ക്വാളിറ്റിയുമാണ്. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ആയില്ല എന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പിന്നെ പറഞ്ഞുതരാം. ഒന്നുകൂടി പറഞ്ഞു. അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് മനസ്സിലായില്ലേ? റിലേഷൻഷിപ്പ് മനസ്സിലായില്ലേ? ഒന്ന് കമന്റ് ചെയ്യാവോ? മനസ്സിലായി. തമ്മിൽ ബന്ധമുണ്ട്. അതായത് വെബ്സൈറ്റ് ക്വാളിറ്റി സർവീസ് ക്വാളിറ്റി തമ്മിൽ ബന്ധമുണ്ട്, സർവീസ് ക്വാളിറ്റി കസ്റ്റമർ ലോയാലിറ്റി തമ്മിൽ ബന്ധമുണ്ട്, വെബ്സൈറ്റ് ക്വാളിറ്റി കസ്റ്റമർ ലോയാലിറ്റി തമ്മിൽ ബന്ധമുണ്ട്. അപ്പൊ ബന്ധമുണ്ട് എന്നുള്ളത് ഇവിടെ ദൃഢമാണ്. ഓക്കെ, ഇനി ആ ബന്ധത്തിന്റെ ആഴം നോക്കാൻ വേണ്ടിയിട്ടാണ് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റിഗ്രഷൻ യൂസ് ചെയ്തു. റിഗ്രഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അവിടെ എടുക്കുന്ന നമ്മൾ എന്ത് മാത്രം എടുത്താൽ മതി? R² വാല്യൂ മാത്രം എടുത്താൽ മതി. R വാല്യൂ നമ്മൾ വെച്ച് എടുക്കണ്ട. ഓക്കെ, R² വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രെഡിക്റ്റ് ചെയ്യുന്നത്. R² വാല്യൂ 0.337 ആണെങ്കിൽ എത്രയാണ്? 33.7% എന്നാണ് അർത്ഥം. അതായത് 0.555 ആണെങ്കിൽ എത്ര പെർസെന്റേജ് ആയിരിക്കും? 55.5%. 0.666 ആണെങ്കിൽ എന്താ പറയും? 66.6%. അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്ന R² വാല്യൂ 0.337 ആണെങ്കിൽ എത്ര പെർസെന്റേജ് ആണ്? 33.7% എന്നാണ് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് അറിയാം എന്താണ്? വെബ്സൈറ്റ് ക്വാളിറ്റിയും സർവീസ് ക്വാളിറ്റിയും കസ്റ്റമർ ലോയാലിറ്റിയും തമ്മിൽ ബന്ധമുണ്ട് അല്ലെ? അത് നമ്മൾ റിലേഷൻഷിപ്പ് നോക്കിയിട്ട് കിട്ടിയതാണ്. ഓക്കെ, തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളത് ഓക്കെ. ഇനി കസ്റ്റമർ ലോയൽ ആവണമെന്നുണ്ട് എങ്കിൽ വെബ്സൈറ്റ് ക്വാളിറ്റിയുടെ സർവീസ് ക്വാളിറ്റിയുടെ പങ്ക് എത്ര ശതമാനം മാത്രമാണ്? 33.7%. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാണ്, ഒരു കസ്റ്റമർ ലോയൽ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഒന്ന് പറയാമോ? വെബ്സൈറ്റ് ക്വാളിറ്റി സർവീസ് ക്വാളിറ്റി അല്ലാതെ എന്തൊക്കെ കാര്യമാണ്? ഇപ്പൊ ഞാൻ ആമസോണിന്റെ കേസ് എടുക്കാം. ആമസോണിന്റെ നിങ്ങളൊരു കസ്റ്റമർ ലോയലാണ്, ഒരു ലോയൽ കസ്റ്റമറാണ് ആമസോണിന്റെ. അപ്പോ നിങ്ങൾ ലോയൽ കസ്റ്റമർ ആവണമെങ്കിൽ എന്തൊക്കെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വേണം? വെബ്സൈറ്റ് ക്വാളിറ്റി സർവീസ് ക്വാളിറ്റി അല്ലാതെ ഒന്ന് കമന്റ് ചെയ്ത്. അവരുടെ വെബ്സൈറ്റും സർവീസും നല്ലതും ആവണം എന്നല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ വരണം? ടൈം ഡെലിവറി വേണം. ഓക്കെ, അത് സർവീസ് ക്വാളിറ്റിയിൽ വരുന്നതാണ്, അത് പോട്ടെ, കുഴപ്പമില്ല. ടൈമിൽ ഡെലിവറി. പിന്നെ ഓഫർ. ഓക്കെ, ഓഫർ നല്ലൊരു സംഭവമാണ്. പിന്നെ സർവീസിന് മാത്രം ക്വാളിറ്റി മതിയോ? ആമസോണിൽ ഡെലിവറി ചെയ്യേണ്ട സർവീസിന് മാത്രം ക്വാളിറ്റി മതിയോ? ഓക്കെ, പ്രൊഡക്റ്റിന് ക്വാളിറ്റി വേണം. അപ്പൊ ശരിയല്ല, നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. വെബ്സൈറ്റും ക്വാളിറ്റി വേണം, സർവീസും ക്വാളിറ്റി വേണം, അതുപോലെ തന്നെ വെറൈറ്റി ബ്രാൻഡ്സ് വേണം, പ്രൊഡക്റ്റിന് ക്വാളിറ്റി വേണം, ഓഫർ വേണം, പ്രൈസ് കുറവായിരിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ കൂടുമ്പോഴല്ലേ ഒരു കസ്റ്റമർ ലോയൽ ആവുന്നത്. അതിൽ നമുക്ക് തർക്കമില്ല. പക്ഷെ ഇവിടെ നമ്മൾ എന്തുമാത്രം നോക്കിയുള്ളൂ? കസ്റ്റമർ ലോയൽ ആണോ എന്ന് നോക്കി. വെബ്സൈറ്റ് ക്വാളിറ്റിയിലും സർവീസ് ക്വാളിറ്റിയിലും കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കി. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ്. കസ്റ്റമർ ലോയാലിറ്റി എത്ര മാത്രമേ പ്രൊഡിക്റ്റ് ചെയ്യുന്നുള്ളൂ? 33.7%. അതായത് വെബ്സൈറ്റ് ക്വാളിറ്റിയും സർവീസ് ക്വാളിറ്റിയും 33
പങ്കുവഹിക്കുന്നു അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള എത്ര പെർസെന്റേജ് ഉണ്ട്? 66.3% എന്തായിരിക്കും? എന്തായിരിക്കും? ഒന്ന് കമന്റ് ചെയ്യാം. വേറെ ഫാക്ടേഴ്സ്, ഏതൊക്കെ ഫാക്ടേഴ്സ്? നിങ്ങൾ പറഞ്ഞ ഫാക്ടേഴ്സ്. ഓക്കെ, ബാക്കിയുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ആ ദൃഢം അളക്കാൻ വേണ്ടിയിട്ടാണ്, ആഴം അളക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഈ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ഈ കുട്ടി ചെയ്തിരിക്കുന്ന ലാസ്റ്റ് കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കാം. ഓക്കെ, കൺക്ലൂഷനിൽ കൊടുത്തിരിക്കുന്നതാണ്. എന്താണ് കൺക്ലൂഷൻ കൊടുത്തിരിക്കുന്നത്? ഡ്യൂറിംഗ് ദി സ്റ്റഡി ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് വെബ്സൈറ്റ് ക്വാളിറ്റി ആൻഡ് സർവീസ് ക്വാളിറ്റി ക്യാൻ predict കസ്റ്റമേഴ്സ് ലോയൽറ്റി by 33.7% and the rest of 63% is by other factors. ബാക്കി 66% എന്താണ്? മറ്റുള്ള ഫാക്ടേഴ്സ് ആണ്. Thus we can conclude that website quality and service quality influences customer loyalty by 33%. അതായത് വെബ്സൈറ്റ് ക്വാളിറ്റിയും സർവീസും കൂടിയിട്ട് കസ്റ്റമർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എത്ര ശതമാനം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? 33.7% ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി, നമ്മൾ ഇൻഫ്ലുവൻസ് എന്നുള്ളൊരു സാധനം വെച്ച് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അവിടെ റിഗ്രഷൻ എന്നുള്ള സംഭവം ചെയ്യണം. നമ്മൾ പല കുട്ടികൾക്കും ടൈറ്റിൽ കൊടുക്കുമ്പോൾ ടൈറ്റിൽ ആയിരിക്കും ചെയ്യാം. ഇൻഫ്ലുവൻസ് എന്ന് നമ്മൾ പേര് എഴുതാറില്ലേ? അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഫ്ലുവൻസ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ റിഗ്രഷൻ വരെയെങ്കിലും ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നോക്കാം. അവിടെ ബൈ ഇംപ്രൂവിംഗ് വെബ്സൈറ്റ് ക്വാളിറ്റി ഇംപ്രൂവ്, സർവീസ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫേം ക്യാൻ ഡ്രാസ്റ്റിക്കലി ഇംപ്രൂവ് ലോയാലിറ്റി ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. കസ്റ്റമറിനെ ലോയാലിറ്റി എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാനായിട്ട് സാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, ഇവിടെ കുട്ടി ചെയ്തിരിക്കുന്നതാണ് 33.7%. ബാക്കി ആ 66.3% ഏതാണെന്നുള്ളതിനെ പറ്റി റിസർച്ച് ചെയ്യും. ഇവിടെ ഒരു ഗ്യാപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഒരാൾ ചെയ്തു 33.7% ഇന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ആൾക്ക് എന്ത് കണ്ടെത്താം? 66.3% എന്താണെന്ന് അടുത്ത റിസർച്ച് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ അപ്പൊ ഇവിടെയാണ് നമുക്ക് ഒരാളുടെ കൺക്ലൂഷനിൽ നിന്നും അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? റിസർച്ചിന്റെ ഗ്യാപ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, റിഗ്രഷൻ ടെക്നിക്സ് വെറുതെ ഒന്ന് പരിചയപ്പെടാം. ലീനിയർ റിഗ്രഷൻ, അതുപോലെ തന്നെ സാമ്പിൾ റിഗ്രഷൻ, പോളിനോമിയൽ റിഗ്രഷൻ, ജനറൽ ലീനിയർ മോഡൽ, ഡിസ്ക്രീറ്റ് ചോയ്സ്, ബൈനോമിയൽ റിഗ്രഷൻ, ബൈനറി റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, ഇങ്ങനെ പല ടൈപ്പ് റിഗ്രഷൻ ഉണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടും പോകുന്നില്ല. ഇതൊക്കെ റിഗ്രഷൻ ടെക്നിക്സ് ആണെന്ന് മാത്രം പറയുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത റിലേഷണൽ മെഷേഴ്സ്. ഓക്കെ, അപ്പൊ കോറിലേഷൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എത്ര മാത്രം ആ ഡിഗ്രി എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഡയറക്ഷൻ. അതായത് റിലേഷൻ ഉണ്ടോ ഇല്ല കോറിലേഷൻ. റിഗ്രഷൻ ചെയ്യുന്നതാണ് എസ്റ്റിമേഷൻ, എത്ര മാത്രമുണ്ട്, എത്ര പെർസെന്റേജ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിഗ്രഷൻ എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് മൾട്ടി വേരിയറ്റ് അനാലിസിസ്. മൾട്ടി വേരിയറ്റ് കോംപ്ലക്സ് ഫോം ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടെക്നിക്സ് ആൻഡ് യൂസ്ഡ് വെൻ ദർ ആർ മോർ ദാൻ 2 വേരിയബിൾസ്. അതായത് 2-ലധികം വേരിയബിൾസ് ഉണ്ടെങ്കിലാണ് മൾട്ടി വേരിയറ്റ് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡോക്ടർ ഹാസ് കളക്ടഡ് ഡാറ്റ ഓൺ കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ ആൻഡ് വെയിറ്റ്. ഒരു ഡോക്ടർ എന്ത് ചെയ്തു? ഒരു രോഗിയുടെ കൊളസ്ട്രോളും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ എന്ത് ചെയ്തു? വെയിറ്റും കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഹി ഓൾസോ കളക്ടഡ് ഓൺ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഓഫ് ദ സബ്ജക്ട്. ആ രോഗിയുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് എങ്ങനെയാണെന്നുള്ളത് മെഷർ ചെയ്തു. ഹൗ മെനി മീറ്റ് എത്രത്തോളം കഴിക്കുന്നുണ്ട്, അയാൾ എത്രത്തോളം ഫിഷ് കഴിക്കുന്നുണ്ട്, ഡയറി പ്രൊഡക്ട്സ് എത്രമാത്രം കഴിക്കുന്നുണ്ട്, ചോക്ലേറ്റ് എത്രമാത്രം കഴിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കി. സോ ഇവിടെ ഒരുപാട് വേരിയബിൾസ് അദ്ദേഹം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഹി വാണ്ട്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 3 മെഷേഴ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്. അവിടെ 3-ലധികം വേരിയബിൾസ് വന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് അനാലിസിസ് ആണ് അവിടെ നല്ലത്? മൾട്ടി വേരിയറ്റ് അനാലിസിസ് ആണ് നല്ലത്. ഇവിടെ 2 വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ മീറ്റ് കൊടുത്തു, കൊളസ്ട്രോൾ കൊടുത്തു. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം മീറ്റ് കൂടുതൽ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്നാൽ അദ്ദേഹം മീറ്റ് കഴിക്കുന്നുണ്ട്, ഫിഷും കഴിക്കുന്നുണ്ട്. അപ്പൊ എന്തായി? 2-ലധികം വേരിയബിൾസ് ആയി. സോ മീറ്റ് കൊണ്ടാവാം കൊളസ്ട്രോൾ കൂടുന്നത്, അല്ലെങ്കിൽ ഫിഷ് കൊണ്ടാവാം കൊളസ്ട്രോൾ കൂടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതും തമ്മിലുള്ള റിലേഷനും ഇതും തമ്മിലുള്ള റിലേഷനും, അങ്ങനെ പല റിലേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. മീറ്റിന്റെ ക്വാണ്ടിറ്റി, ഫിഷിന്റെ ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ അളക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല?
ബൈവേരിയറ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റില്ല, കോറിലേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ചെയ്യേണ്ടത് മൾട്ടിവേരിയറ്റ് അനാലിസിസ് അത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മൾട്ടിവേരിയറ്റ് അനാലിസിസിന്റെ സംഭവങ്ങളൊക്കെയാണ് നമ്മളോട്. റിഗ്രഷന്റെ ടെക്നിക്സ് പറഞ്ഞു. മൾട്ടിവേരിയറ്റ് അനാലിസിസ് ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് നോക്കാം. ഫാക്ടർ അനാലിസിസ്, അതുപോലെ തന്നെ അനാലിസിസ്, വേരിയൻസ് അനാലിസിസ്, ഡിസ്ക്രിമിനന്റ് അനാലിസിസ്, മൾട്ടി ഡയമെൻഷൻ സ്കെയിലിംഗ്, പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ്, അനാലിസിസ്, ഇങ്ങനെ പല ടൈപ്പ് അനാലിസിസ് മൾട്ടിവേരിയറ്റിൽ വരുന്നു. ഓക്കെ, ഇത്ര ക്ലിയർ ആണോ? ഇത് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഹൈപ്പോസിസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നിടത്ത് തീരില്ല, മറ്റൊരു ദിവസം നമുക്ക് കിട്ടുകയാണെങ്കിൽ അന്ന് എടുക്കാം. വൈൻഡപ്പ് ചെയ്യട്ടെ, ഓക്കെ ആണോ? ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചിലപ്പോൾ ഈ സെഷൻ കിട്ടിയെന്നിരിക്കൂല, ടൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്റ്റഡി മെറ്റീരിയൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലിയർ ആണ്? ഓക്കെ, താങ്ക് യു.